നീലരാവിൽ ഇന്നു നിന്റെ താരഹാര മിളകി. എപ്പോഴും ഞാൻ സംഗീതത്തിലാണ്. ഞാൻ പാടുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ ചുറ്റും സംഗീതമാണ്. ഇളയരാജ അത്ര പോലും അറിയില്ല മോനെ. ഞാൻ സത്യത്തില് പാടണം എന്ന് തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത ആളാണ്. ഇത് ശബ്ദം പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ഇത്രയും സമയമെടുക്കും ശബ്ദം തിരിച്ചു വരാൻ നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടത്തക്ക ഒരു ബെസ്റ്റ് സിംഗർ എന്ന് പറയാൻ എനിക്ക് പറ്റൂലേ. മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ലെസൺസ് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പച്ചനും അമ്മച്ചിയും പാടാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു. ഫാമിലിയിലെല്ലാവരും പാടും. എനിക്ക് 3 ചേച്ചിമാർ 3 പേരും അസാധ്യമായിട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പം മൂത്ത ചേച്ചി ഗ്രേസി, മേഴ്സി രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ ജാൻസി, പിന്നെ ഞാൻ, ഇങ്ങനെ 4 പെൺകുട്ടികളാണ്. അപ്പോൾ ചേച്ചിമാരെല്ലാവരും ആലുവ സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ കോമ്പറ്റീഷൻസിനൊക്കെ അവർ പോവും. വലിയേച്ചി എന്നാണ് ഞാൻ വിളിക്കണം, മൂത്ത ചേച്ചി സ്റ്റേറ്റ് ലെവൽ വരെ പോയി. അരുന്ധതി ചേച്ചി, സുജാ ചേച്ചിയൊക്കെ ഉള്ള ഒരു കോമ്പറ്റീഷന് സ്റ്റേറ്റിലെ ചേച്ചിക്ക് 3rd റാങ്ക്. അതായത് അന്ന് 1st 2nd മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന്, അത്രേ അനൗൺസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ആളെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് 3rd റാങ്ക് അന്ന് മുതൽ അനൗൺസ് ചെയ്തു. അപ്പോൾ 3rd പ്രൈസ് അന്ന് മുതലാണ് തുടങ്ങിയത്. അന്ന് ഫസ്റ്റ് പ്രൈസ് അരുന്ധതി ചേച്ചിക്കായിരുന്നു, 2nd സുജാ ചേച്ചി, 3rd വലിയേച്ചി ഗ്രേസി. പിന്നെ ഉള്ള ആള് മേഴ്സി ചേച്ചി പാടും നന്നായിട്ട്. പക്ഷെ ചേച്ചി അങ്ങനെ എന്താ പറയുക, ഭയങ്കര കോമഡിയാണ് ആള്. കോമഡി മീൻസ് വീട്ടിൽ ഞങ്ങൾ 4 പെൺപിള്ളേർ തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഉള്ളതിൽ കുറച്ച് എന്താ പറയുക, വീട്ടിലൊരു അനക്കം ഉണ്ടാക്കണ ആള് മേഴ്സി ചേച്ചിയാണ്. ആൾക്കങ്ങനെ പാട്ട് ഇഷ്ടമാണ്, പാടുമെങ്കിലും പാട്ട് ആൾ സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. പിന്നെ ജാൻസി ചേച്ചി നന്നായിട്ട് പാടും. ചേച്ചി കലാഭവനിൽ കുറച്ച് നാൾ പാടിയിരുന്നു. ജാൻസി ജോസഫ് എന്നാണ് പേര്. അതിനുശേഷം ചേച്ചി തൃശ്ശൂർ SRV സ്കൂളിലേക്ക് മ്യൂസിക് പഠിക്കാനായിട്ട് പോയി. അപ്പം അങ്ങനെ ചേച്ചി തൃശ്ശൂർ സൈഡ് തൃശ്ശൂർ സൈഡിലുള്ള ഗാനമേളകൾ അങ്ങനെയൊക്കെ ചേച്ചി പോകുമായിരുന്നു. പിന്നെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കീഴ്മാട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചെന്ന് താമസിച്ചതാണ്. അപ്പച്ചൻ ഇന്ത്യൻ അലുമിനിയം കമ്പനിയിലായിരുന്നു. അപ്പോൾ കമ്പനിയുടെ എന്താ പറയുക, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് എല്ലാ മക്കളും പാട്ട് പാടുന്ന പിള്ളേരല്ലേ. അപ്പം അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചൊരു ഗ്രാമപ്രദേശം നോക്കി അങ്ങനെ കീഴ്മാട്. അപ്പോൾ പാട്ടിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളാണ് അപ്പച്ചൻ. അത്രയും സീരിയസ് ആയിട്ട് ആഗ്രഹിച്ചിരുന്നു മക്കൾ പാടണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ പാടുമെന്നൊന്നും അങ്ങനെ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് 3.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ വീട് മാറി അവിടെ കീഴ്മാട് ചെന്നതിന് ശേഷം അമ്മച്ചിയുടെ ബ്രദറിൻ്റെ മക്കളൊക്കെ എപ്പോഴും വരും വീട്ടിൽ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ തന്നെ, കുഞ്ഞാണ് ഞാൻ, ചെറിയ ഒച്ച, അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് വാവ പാട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പാട്ട് പാടിപ്പിച്ചു.
അപ്പം അതുവരെ ആരും ഞാൻ പാടുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം അന്ന് അന്നത്തോണി പൂന്തോണി എന്നുള്ളൊരു ലൈറ്റ് മ്യൂസിക് ചേട്ടൻ എനിക്ക് പാടിത്തരാണ്. ഇങ്ങനെ അന്നത്തോണി. അപ്പം ഞാനത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്ത് പാടിത്തന്നാലും പാടുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ കുഞ്ഞുമാവ പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തുകൊണ്ട് ഓടി നടന്നെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കതൊന്നും ഓർമ്മയില്ല. അതാണ് എൻ്റെ പാട്ട് പാടും എന്നുള്ളൊരു തുടക്കം അവിടെ നിന്നാണ്. പിന്നീട് അവിടുത്തെ കിഴിമാട് LP സ്കൂളിലാണ്, ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാൻ 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ വീട്ടിൽ ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് എന്നെ ഒരു ആൺകുട്ടിയുടെ പോലെയാണ് വീട്ടിൽ ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ ഡ്രസ്സൊന്നും തരില്ല. അപ്പോൾ 4ാം ക്ലാസ് വരെ മിക്കവാറും ഷോർട്ട്സും ടീഷർട്ടും ഇട്ട് നടന്ന ആളാണ് ഞാൻ. അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ പെൺകുട്ടിയായിട്ട് എന്നെ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഫുൾ ഫ്രീഡത്തിൽ ഒരു ആൺകുട്ടി. അന്നൊക്കെ പെൺപിള്ളേർക്ക് ഭയങ്കര അടക്കം ഒതുക്കം അങ്ങനെയുള്ള ഒരു കാലഘട്ടമല്ലേ. ആ സമയത്ത് ഒട്ടും അടക്കം ഒതുക്കം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം. അപ്പം അങ്ങനെ അവിടെ നിന്ന് ചെറിയ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് എനിക്കൊരുപാട് സ്നേഹവും പ്രോത്സാഹനവും തന്ന ടീച്ചേഴ്സാണ്. അതിൽ കുറേ പേരൊക്കെ പോയി. പങ്കജാക്ഷി ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, ബേബി ടീച്ചർ ഇപ്പോഴും ഉണ്ട്, തങ്കമ്മ ടീച്ചർ, സാറാമ്മ ടീച്ചർ, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ്. LP സ്കൂളിലല്ലേ. അപ്പം ഇവരുടെ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4:30 ബസ്സുണ്ട്. പക്ഷേ ടീച്ചേഴ്സ് അപ്പോൾ പോവില്ല. എൻ്റെ പാട്ട് കേൾക്കാനായിട്ട് 1 മണിക്കൂർ തരും. അങ്ങനെ ആ ഓഫീസ് റൂമിലിരുന്ന് ഞാൻ എനിക്കറിയാവുന്ന പാട്ടുകളൊക്കെ പാടും. ചിലപ്പോൾ എന്നും പാടുന്നത് ഒരേ പാട്ടായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ ടീച്ചേഴ്സ് എന്നെ കേൾക്കാൻ വേണ്ടി അവിടെ ഇരിക്കുക. അതാണ് എൻ്റെ എന്താ പറയുക, ആദ്യത്തെ വീട്ടിൽ നിന്നല്ലാത്ത ഓഡിയൻസിൻ്റെ മുന്നിൽ ഞാൻ പാടിയത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്താണ്. ആണ്. അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡർ ഇല്ല വീട്ടിൽ. റേഡിയോ ഉണ്ട് എന്ന് വെച്ചാൽ പാട്ടിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ അപ്പച്ചൻ. അപ്പോൾ റേഡിയോയിൽ വരുന്ന റേഡിയോ നാടകങ്ങളാണ്. ആകാശവാണി ഭയങ്കര എന്താ പറയുക, ആകാശവാണി കേൾക്കാതെ ഒരു ദിവസം പോലും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അന്നൊക്കെ. ഇപ്പോൾ റേഡിയോ ഉണ്ട്, പക്ഷേ കറണ്ട് ഇല്ല വീട്ടിൽ. ഇതൊക്കെ ബാറ്ററിയിലാണ്. അതെ, ബാറ്ററി ഇട്ടിട്ടുള്ള റേഡിയോ ആണ്. അപ്പോൾ അമ്മച്ചി ആദ്യം പഠിച്ചെടുക്കും. പിന്നെ ചേച്ചിമാരുണ്ടല്ലോ, അപ്പോൾ അവർ പാട്ട് എഴുതുന്നത് തന്നെ ഭയങ്കര രസമാണ്. റിവൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ റേഡിയോ. അപ്പോൾ 3 പേരും ബുക്കും കൊണ്ടിരിക്കും. ഒരു വരി ഒരാൾ എഴുതും, അടുത്ത വരി ഒരാൾ എഴുതും. അങ്ങനെ അപ്പോൾ പാട്ടിനെ അത്രയും എൻ്റെ കുടുംബം സ്നേഹിച്ചിരുന്നു. അതിനോട് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഫാമിലിയാണ്. എനിക്ക് എങ്ങനെ ഇഷ്ടം വന്നെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പാട്ടിൻ്റെ അന്തരീക്ഷത്തിലാണല്ലോ വീട്ടിൽ. എവിടെ തിരിഞ്ഞാലും പാട്ടാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ 4 ഭാഗവും മുറ്റമുണ്ട്. അപ്പം 3ാമത്തെ ചേച്ചിയാണ് മുറ്റം അടിക്കാൻ ഇറങ്ങണ ആള്. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സ്ലോ ആയിട്ടുള്ള പാട്ടൊക്കെ ചൂസ് ചെയ്ത് ചേച്ചി തന്നെ മുറ്റടിക്കാൻ. അതാണല്ലോ സുഖം. സ്ലോയിലുള്ള പാട്ടുകൾ പാടി മുറ്റടിക്കും. അപ്പോൾ കുറേ നേരം മുറ്റടിക്കാം. കുറേ മുറ്റമുണ്ട്. അങ്ങനെ ഒരു ഇത്. അപ്പം അപ്പച്ചനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, 4 സൈഡിൽ നിന്നും 4 പാട്ടുകൾ കേട്ട ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പം പറയും, ആരെങ്കിലും ഒരു പാട്ട് തുടങ്ങിയാൽ ആ പാട്ട് തന്നെ പാടി എല്ലാവരും തീർക്കണം. അങ്ങനെയൊക്കെ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ സന്തോഷങ്ങളും പാട്ടിൻ്റെ കൂട്ടും. എന്താ പറയുക, അതൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാട്ടിലായത്.
പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നുണയാവും. ഞങ്ങളുടെ എൻ്റെ ചെറിയ കുട്ടിക്കാലത്തുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരും ഇല്ല പാട്ട് പഠിപ്പിക്കാൻ പറ്റിയവർ. അങ്ങനെ ഒരു സംഗീതത്തോട് കൂടുതൽ അറിവുള്ള ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ആലുവയിലാണ്. അവിടെ ഒരു വിജയമാഷ് ഉണ്ടായിരുന്നു. വിജയമാഷിൻ്റെ മോനിപ്പോൾ അനിരുദ്ധിൻ്റെ മെയിൻ പ്രോഗ്രാമറൊക്കെയാണ്. അപ്പോൾ വിജയമാഷ് ടാസ് ഹാൾ അറിയാമോ? ആലുവ ടാസ്. അപ്പോൾ അവിടെ 6 മണിക്ക് വെളുപ്പിന് 6 മണിക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അന്നൊക്കെ കീഴ്മാട് ബസ് വളരെ ചുരുക്കം സമയങ്ങളിലേ ഉള്ളൂ. ചെറിയൊരു ഗ്രാമമല്ലോ, ഒരുപാട് യാത്രക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്കില്ല ബസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആ ഒരു സ്കൂൾ ടൈമിൻ്റെ മുമ്പ് പോയി പാട്ട് പഠിച്ചിട്ട് പിന്നെ സ്കൂൾ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമിങ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചെറുതിലേ മുതൽ ചേച്ചിമാരും പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല ശാസ്ത്രീയ സംഗീതം. വീട്ടിൽ ഇങ്ങനെ റേഡിയോയിൽ കേൾക്കുമ്പോൾ പാട്ടുകൾ സൂക്ഷ്മമായിട്ട് വളരെ ശ്രദ്ധിച്ച് അമ്മച്ചിയും ചേച്ചിമാരും പഠിക്കും. അന്നൊക്കെ ഇത്ര അധികം പാട്ടുകൾ ഒന്നിച്ചിറങ്ങലില്ലല്ലോ. ഒരു കാലഘട്ടത്തിൽ ഒരു പാട്ട് ഒരു മാക്സിമം ഒരു 10 പാട്ടൊന്ന് വയ്ക്കും. അപ്പോൾ ആ 10 പാട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എപ്പോഴും റേഡിയോയിൽ ഡെയിലി ഉണ്ടാവും. അപ്പോൾ ആ പാട്ടുകൾ അതും ഒരു സുഖമാണല്ലോ, നമുക്ക് എന്നും ആ പാട്ട് കേൾക്കാൻ പഠിക്കാമെന്നുള്ളത്. അപ്പോൾ അത് പുതിയ പാട്ടുകൾ വരുമ്പോൾ ചേച്ചിമാരിങ്ങനെ 3 ബുക്ക് ഇട്ടിരിക്കും, എഴുതും. ഞാൻ ആ പരിസരത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ പാടണതൊക്കെ കേട്ട് ഞാനിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ അറിയണില്ല. അപ്പോൾ ഏതെങ്കിലും അവസരത്തിൽ ആരെങ്കിലും വാവ ഒന്ന് പാടുമോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പാടും. അതായിരുന്നു എൻ്റെ പാട്ടിൻ്റെ. അതായത് നമുക്ക് അത്ര ഒരു സീരിയസ് ആയിട്ട് ചേച്ചിമാരൊക്കെ ആഗ്രഹത്തോടെ, ഞാനും എൻ്റെ 3ാമത്തെ ചേച്ചിയും തമ്മിൽ 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം അവർ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാറില്ല, ചിന്തിച്ചിട്ടുമില്ല പാട്ടിനെ കുറിച്ച്. പിന്നെ എല്ലാം ഇങ്ങനെ ആക്സിഡൻ്റലി വന്ന് കിട്ടിയ ഭാഗ്യങ്ങളാണ്. ആ പാടും. അപ്പച്ചൻ്റെ വീട്ടിൽ എല്ലാവരും പാടും. അപ്പച്ചൻ ബുൾബുളില്ലേ, ബുൾബുൾ വായിക്കും, ഹാർമോണിയം വായിക്കും, തബല വായിക്കും, ഓട്ടനുള്ളിൽ കളിക്കും. മൂക്കന്നൂര് അങ്കമാലി. അപ്പച്ചൻ ചെറുപ്പം മുതലേ എറണാകുളത്തായിരുന്നു. കുറച്ച് നാള് നമ്മുടെ എറണാകുളം ബിഷപ്പ് ഹൗസിലാണ്. ഒരു 12 വയസ്സ് മുതൽ അപ്പച്ചൻ ബിഷപ്പിൻ്റെ കൂടെ ആയിരുന്നു കുറേ നാളുകൾ. പിന്നെ അതിന് ശേഷം UC കോളേജിൽ ഒരു സ്പോർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പച്ചനൊരു ജോലി കിട്ടി. അങ്ങനെ കുറേ നാൾ UC കോളേജിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ അലുമിനിയം കമ്പനിയിൽ ജോലി കിട്ടി, പാക്കിംഗ് സെക്ഷനിൽ. അങ്ങനെ എൻ്റെ കൂടെ പാട്ടിന് ഇറങ്ങുന്നത് വരെ അപ്പച്ചൻ അവിടെ തന്നെയായിരുന്നു. നമ്മളെല്ലാവരും എപ്പോഴും സീരിയസ് ആണ്. അവര് സീരിയസ് ആണ്, ഞാനല്ല. RLB കോളേജിന് അപമാനമാണ് ശരിക്കും. ഞാൻ പോയിട്ടേ ഇല്ല അവിടെ. പഠിക്കാൻ ചേർന്നു, അതുണ്ട്, വലിയൊരു കഥയാണ്. പക്ഷെ ഇന്ന് പറഞ്ഞു തീരുമെന്ന് അറിഞ്ഞൂടാ. അതായത് എനിക്കൊരു 10 വയസ്സ് ഉള്ള സമയം. അപ്പം അവിടെ എൻ്റെ മൂത്ത സിസ്റ്ററുടെ, എൻ്റെ വലിയേച്ചിയുടെ ഫ്രണ്ട് ഒരു കുഞ്ഞുമേരി ചേച്ചിയുണ്ട്. ചേച്ചി ഡാൻസ് നന്നായിട്ട് ചെയ്യും. അപ്പോൾ കുഞ്ഞുമേരി ചേച്ചി ഡാൻസ് ടീച്ചറാണ്. പല കോൺവെൻറ്റുകളിലും ചേച്ചി ഡാൻസ് പഠിപ്പിക്കാൻ പോകും. എന്താ പേര്? സിത്താര. മുടിക്കല്ലിലെ സിത്താരാണ് ഇത്. ഇവിടെ നിന്നാണ് തുടക്കം. കാണാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞിട്ട്.
അന്ന് ഞാൻ ചെറുതാ, വളരെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അപ്പൊ ചേച്ചിക്ക് ഇവരുടെ ഡാൻസിന് പാടാൻ ആരുമില്ല. ഉണ്ടായിരുന്ന ആൾക്ക് എന്തോ അസൗകര്യം വന്നിട്ട് സാറിന് വരാൻ പറ്റിയില്ല. അപ്പൊ അവരൊക്കെ വലിയ മ്യൂസിക് ടീച്ചേഴ്സൊക്കെയാണ് ഡാൻസിന് പാടുന്നത്. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര വിഷമായി. ആരെങ്കിലും പാടണ്ടേ, കോമ്പറ്റീഷൻ എപ്പോഴും ഫസ്റ്റ് പ്രൈസ് അവർക്കൊക്കെ അല്ലേ, ഓർമ്മയുണ്ടല്ലേ അതൊക്കെ. ശോ, ഭയങ്കര ചേച്ചിക്ക് വിളിക്കണം ചെന്ന് ഞാൻ പറയാം. അപ്പൊ ചേച്ചി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അപ്പച്ചൻ്റെ അടുത്ത് വിഷമം പറയണേ, എനിക്ക് ഡാൻസ് കോമ്പറ്റീഷന് പാടാനായിട്ട് ആരെയും കിട്ടിയിട്ടില്ല അപ്പച്ച. അപ്പൊ ഞാനവിടെ ഇങ്ങനെ കളിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ മിനിമോളെ ഒന്ന് വിടുവോ അപ്പച്ചൻ ഡാൻസിന് പാടാം. അപ്പൊ അപ്പച്ചിക്ക് ഒരു സംശയം, എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ, കൊച്ചല്ലേ, അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും പാടി ശീലമില്ലല്ലോ. അപ്പൊ അപ്പച്ചി മനമില്ല മനസ്സോടെ എന്നെ ചേച്ചിയുടെ കൂടെ വിട്ടു. മുടിക്കൽ സ്കൂളായിരുന്നു, ക്യൂൻ മേരീസ്. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കൂടെ പോയി പാട്ടൊക്കെ പഠിച്ചു. എല്ലാ ഡാൻസിനും ഫസ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാലടിയിലോ അവിടെ ഏതോ സ്ഥലത്തായിരുന്നു, പെരുമ്പാവൂർ ആ സൈഡ്. അപ്പോൾ അവിടെ പല സ്കൂൾസിൽ നിന്നും ആൾക്കാർ വരും. ആരൊക്കെ മറ്റുള്ളവർക്കൊക്കെ വലിയ വലിയ സിംഗേഴ്സാണ്, വലിയ സാറുമാരൊക്കെയാണ് ഡാൻസിന് പാടുന്നത്. അപ്പം ഞാൻ ഇവരുടെ ഡാൻസ്, ഇവരെല്ലാം ചെറുതും ഞാൻ. അപ്പം ഞാൻ പാടി കഴിഞ്ഞപ്പോൾ പുതിയൊരു ശബ്ദം കേട്ടതിൻ്റെ ആ ഒരു ഇഷ്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ പേര് വന്ന് എന്നോട് മോള് നന്നായിട്ട് പാടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ അടുത്ത് ഞാൻ ആരാന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പം അന്ന് ഞങ്ങളുടെ ഈ ഡാൻസിൻ്റെ കൂടെ ഓർക്കസ്ട്ര ഉണ്ടല്ലോ, ഹാർമോണിയം, പിന്നെ കോങ്കോ ഡ്രംസ് അറിയാമോ, 3 എണ്ണമുള്ള. അപ്പം അത് വായിക്കാനൊരു ഷാജി ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എൻ്റെ അഡ്രസ്സ് വാങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പെരുമ്പാവൂർ ഇങ്ങനെ ഒരു ഫാസ് ഓഡിറ്റോറിയത്തിലൊരു പ്രോഗ്രാമുണ്ട്, അപ്പോൾ മിനിമോളെ വിടാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതുവരെ ഗാനമേളയ്ക്കൊന്നും പാടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പച്ചൻ്റെ കമ്പനിയിൽ IAC അവിടെ എല്ലാ വാർഷികത്തിനും എന്തെങ്കിലും ഓർക്കസ്ട്രയൊക്കെ ഉണ്ട്. അപ്പം അന്ന് അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചുകൊണ്ട് PG എബ്രഹാം സാറ്, അവരൊക്കെ വലിയ വലിയ ഓർക്കസ്ട്രയാണ് അവിടെ കൊണ്ടുവരിക. എറണാകുളത്തുള്ള കലാഭവൻ അല്ലെങ്കിൽ CAC അങ്ങനെയുള്ള ഓർക്കസ്ട്രനെ വിളിച്ചിട്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ലേബേഴ്സിൻ്റെയും മക്കളെ കൊണ്ട് പാടിക്കും. അങ്ങനെ അപ്പം അങ്ങനെ 2 പ്രാവശ്യം ഞാൻ പാടിയിട്ടുണ്ട് അപ്പച്ചൻ്റെ കമ്പനിയിൽ. അതാണ് ആദ്യത്തെ ഗാനമേളകൾ. പിന്നീടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഷാജി ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ അപ്പച്ചൻ എന്നെ കൊണ്ടുപോയി. ഒരുപാട് പാട്ടുണ്ടായിരുന്നു പാടാൻ, കുറച്ച് പാട്ടൊന്നുമല്ല, 10-12 പാട്ടൊക്കെ അന്ന് പഠിച്ച് പാടി. പ്രോഗ്രാം നല്ല സക്സസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കേട്ടറിഞ്ഞ, അന്നൊക്കെ അങ്ങനെയാണല്ലോ, മീഡിയാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കാണാൻ വന്നിരിക്കുന്നവരിലും കലാകാരന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊരാഗ്രഹം, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്നങ്ങനെ തോന്നി. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളുണ്ടായി. അങ്ങനെ പല സ്ഥലങ്ങളിലും എനിക്ക് ഗാനമേള പാടാനുള്ള അവസരമുണ്ടായി. പ്രൊഫഷണൽ പാടുന്നതിന്റെ തിരക്ക്, പഠിത്തം അതാണ് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. പഠിത്തം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന ഒരാളാണ്, പബ്ലിക്കായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ പഠിത്തത്തിന്റെ കാര്യത്തിൽ വീട്ടിലൊന്നും ടീച്ചേഴ്സ് ഒന്നും എന്നെ ഒട്ടും ശല്യം ചെയ്യാറില്ല. അത്രയും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്ങനെയൊക്കെയോ പാസ്സായി പോരും. എങ്ങനെയാണ് ഞാൻ പാസ്സാകണമെന്ന് പോലും എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഒരു മാസത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഗാനമേളയ്ക്കാണെങ്കിൽ നമുക്ക്
ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത പ്രദേശത്തൊക്കെ ആണെങ്കിൽ 4 മണിക്ക് സ്കൂള് വിട്ട് അതിന് ശേഷം നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയാൽ മതി. ദൂരേക്കൊക്കെ വരുമ്പോൾ കുറേ ആബ്സെൻ്റ് ആവും, കുറേ അങ്ങനെ ക്ലാസ് മുടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സ് നോട്ട്സ് എഴുതി തരും. പിന്നെ അവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ 10th ആയപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ട്യൂഷൻ തരാനായിട്ട് ഒരു ജോർജ് സാറ് വരുമായിരുന്നു സ്കൂളിൽ. സാറ് എനിക്ക് ഒരു വലിയ പ്രിൻ്റഡ് നോട്ട് ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും സാറിങ്ങനെ പ്രിൻ്റഡ് നോട്ട് എടുത്ത്, അന്നൊന്നും ആരും അങ്ങനെയൊന്നും ചെയ്യൂല. സാറതൊക്കെ എടുത്ത് എനിക്ക് കൊണ്ടുവന്ന്, എനിക്കിത് പഠിക്കുന്നത് തുറക്കുമ്പോൾ തന്നെ ഉറക്കം പറ്റും. എനിക്കിത് പഠിക്കാനേ പറ്റാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പേര് പറയണില്ല, എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു നന്നായിട്ട് പഠിക്കണ ഒരു കൊച്ചിന് ഞാനത് ഗിഫ്റ്റ് ചെയ്തു. എനിക്കത് പഠിക്കാൻ പറ്റാറില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ 10ാം ക്ലാസ് പാസ്സായി. അതിന് വേറൊരു കഥയുണ്ട്, ചിരിക്കുക. പക്ഷെ അത് ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ എന്നെ ചിലപ്പോ എൻ്റെ വീട്ടുകാർ തല്ലിക്കൊല്ലും. എന്തിനാ അതൊക്കെ പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ 10th എക്സാം എഴുതി. അപ്പോൾ ആ വർഷമാണ് എനിക്ക് വലംപരി ശങ്കിൽ പാടിയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടണത്. അപ്പോൾ ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഇല്ലേ? അപ്പം ഞാൻ പരീക്ഷയൊക്കെ എഴുതി. അപ്പോൾ സാറിനറിയാം ഞാൻ ഒരുവിധം കുഴപ്പമില്ലാണ്ട് പഠിക്കും, എക്സാം പാസ്സാകും എന്നുള്ളൊരു ധൈര്യം സാറിനുണ്ടായിരുന്നു. അപ്പോൾ സാറ് ആ ധൈര്യത്തിലിരിക്കുകയാണ്. എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായില്ല. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ നമ്പറില്ല, ഞാൻ തോറ്റു. അപ്പോൾ റിസൾട്ട് നോക്കാനായിട്ട് വേറൊരു സ്ഥലത്തൊക്കെ പോകണ്ടേ, അപ്പച്ചനാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഞാൻ തോറ്റുന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ഭംഗിയുള്ളൊരു വാച്ച് മേടിച്ചിട്ടാണ് വരുന്നത് അപ്പച്ചൻ. അപ്പം മിനിമോളെ എന്ന് പറഞ്ഞ് വിളിക്കും ആ റോഡിൻ്റെ അറ്റത്ത് വരുമ്പോൾ. അപ്പം ഞാൻ എന്തോന്ന് ഇവിടുന്ന് വിളി കേൾക്കണം. അപ്പം അപ്പച്ചൻ ഭയങ്കര സന്തോഷത്തിലാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പാസ്സായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്. അപ്പച്ചൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്നിട്ട് അകത്ത് വന്നിട്ട് എന്നെ, എന്നാ മോനൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് തന്നു. നല്ല ഗോൾഡൻ കളറിലെ ചെയിനൊക്കെ ഇട്ട നല്ലൊരു വാച്ച്. എനിക്ക് സന്തോഷമായി, ഞാൻ ജയിച്ചല്ലോ. അപ്പം ഇത് തന്നിട്ട് പറഞ്ഞു കെട്ടാൻ പറഞ്ഞു, കെട്ടിയത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോൻ്റെ നമ്പർ അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നമ്പർ കണ്ടില്ല, തോറ്റുന്ന അപ്പോഴും പറയണില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്തോരം വിവരമുണ്ടെന്ന്. വിവരമുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം. അപ്പം അമ്മച്ചി അവിടെ നിന്ന് ചിരിക്കണ്. അപ്പം ഞാൻ അമ്മച്ചിനെ നോക്കിയപ്പോൾ, മോൻ ജയിച്ചിട്ടില്ല. അപ്പോഴും തോറ്റു എന്ന് പറയണില്ല, മോൻ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കല്ലേ അറിയുള്ളൂ. ഉറക്കം നിന്ന് ഇതൊക്കെ പഠിക്കണ്ടേ, എങ്ങനെയെങ്കിലുമൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു. സാറിന് ഭയങ്കര സങ്കടമായത്. 2ാമത് പേപ്പർ എടുപ്പിച്ചു, അങ്ങനെ റീവാലുവേഷൻ ചെയ്തു, ഞാൻ പാസ്സായി. അതാണ് എൻ്റെ SSLC കഥ. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ പാട്ടുകാരിയായിട്ട് കാണാനാണ് ഇഷ്ടം. എനിക്ക് ആ ചോദ്യം ഭയങ്കര ഇഷ്ടമായി. വേറെ കാര്യം, വളരെ ചെറുതിന് മുതൽ ഒരു വരുമാനം കിട്ടി തുടങ്ങിയിരുന്നു അല്ലെ, പ്രൊഫഷണൽ സിംഗർ. അതപ്പോ അങ്ങനെ കുട്ടിക്കാലവും ഈ ജീവിതവും ബാധിച്ചിരുന്നു, ഇമ്പാക്ട് ഉണ്ടായിരുന്നു? അത് വീട്ടുകാർ അത് വളരെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നു? എൻ്റെ വീട് അങ്ങനെ ഒരു വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള വീടല്ല, ആയിരുന്നില്ല. അപ്പോൾ അപ്പച്ചൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട്
അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഷെയർ പോലും വാങ്ങിയിട്ടില്ല. സ്വന്തമായിട്ട് സമ്പാദിച്ച പൈസ കൊണ്ട് ഉണ്ടാക്കിയ വീട്ടിലാണ് അമ്മച്ചിയും ഞങ്ങളും താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വരുമാനം എനിക്ക് കിട്ടണത് ഞാനതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പച്ചനാണ് അതെല്ലാം സൂക്ഷിക്കണതും. അപ്പച്ചൻ ഞാൻ 10th അപ്പച്ചൻ റിട്ടയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത, അന്നൊക്കെ ഡയറി ഇന്ന് ഡേറ്റ് ഇട്ടിട്ടുള്ള ഡയറി കിട്ടും അല്ലേ? അന്ന് അത് വളരെ, എൻ്റെ ആ കാലത്ത് ഞാൻ ഡേറ്റ് ഇട്ട ഡയറി ഞാൻ കണ്ടിട്ടില്ല. ഡയറി എനിക്ക് മേടിച്ച് തരും. പക്ഷെ ഞാൻ എന്നിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഡിസംബർ വരെ മാസങ്ങൾ എഴുതിയിട്ട് ഡേറ്റ് എഴുതി വയ്ക്കും. അതൊന്ന് തുറന്നു നോക്കി 32-ാം തീയതി ഉണ്ടെങ്കിൽ അന്നും എനിക്ക് പ്രോഗ്രാം ഉണ്ടായേനെ. അതുപോലെയായിരുന്നു അന്നത്തെ തിരക്ക്. ഗാനമേളകളും റെക്കോർഡിങ്സും. CSEയിൽ എത്തിയതിന് ശേഷം റെക്കോർഡിങ്സ് ആണ് കൂടുതൽ. ഡിവോഷണല്, മാപ്പിളപ്പാട്ടുകൾ. ആദ്യം പാടിയത് മാപ്പിളപ്പാട്ടാണ്. അവിടുത്തെ കീബോർഡിസ്റ്റായിരുന്ന ലിപ്സൺ ചേട്ടൻ ആണ് എന്നെ ആദ്യമായിട്ട് കാസറ്റിൽ പാടിച്ചത്. ലിപ്സൺ ചേട്ടൻ മരിച്ചുപോയി ഈ അടുത്ത്. ഒരു ഹസൻ ഇക്കയുടെ ഒരു പ്രൊഡ്യൂസർ, ഹസൻ എന്ന് പറഞ്ഞൊരു ഇക്കയായിരുന്നു. അപ്പം അതിൻ്റെ അന്ന് മെയിൻ സിംഗർ നമ്മുടെ രേണുക ചേച്ചിയാണ്, രേണുക ഗിരിജൻ, ദീപക് ദേവിൻ്റെ മദറിലോ. അപ്പം ചേച്ചിയുടെ പാട്ടുകൾക്ക് കുറേ ഞാൻ കോറസും പാടി. എൻ്റെ കൂടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും ആ റെക്കോർഡിങ്ങിൽ കോറസ് പാടാനാണ് നിന്നത്. പക്ഷേ ഞാൻ പാടുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ എൻ്റെ വോയിസ് ചെക്ക് ചെയ്യാനാണോ അതൊന്നും എനിക്കറിയില്ല. ലാസ്റ്റ് പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു, മെയിൻ സിംഗറായിട്ട്, ലാസ്റ്റ് ഒരു സോങ്. അപ്പം അങ്ങനെ ആ പാട്ട് പാടി. പിന്നെ ആ ആഴ്ചയിൽ വരുന്ന റെക്കോർഡിങ്സിലെല്ലാം എനിക്കൊരു എങ്ങനെയായാലും എനിക്കൊരു അവസരം ഉണ്ടാവും. പിന്നെ അങ്ങനെ CSE അന്ന് ഇപ്പോൾ ഉള്ള പോലെ എറണാകുളത്ത് അത്രയും സ്റ്റുഡിയോസ് ഇല്ല. CSE, കലാഭവൻ, ഹരിശ്രീ, പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ആലാപ്. അന്ന് ഉണ്ണിച്ചേട്ടൻ ആലാപ് സ്റ്റുഡിയോ വാങ്ങിയിട്ടില്ല. ശ്രീരാഗം എന്ന് പറഞ്ഞിട്ട് രാമുചേട്ടൻ്റെ സ്റ്റുഡിയോ ആണ്. അങ്ങനെയാണ് ആ സ്റ്റുഡിയോ അറിയപ്പെട്ടിരുന്നത് രവിപുരത്ത്. സൗണ്ട് എഞ്ചിനീയർ രാമുചേട്ടൻ മരിച്ചുപോയി. അപ്പം അത്രയും, പിന്നെ ഒരു നാദം സ്റ്റുഡിയോ, ഇത്രയും സ്റ്റുഡിയോസേ ഉള്ളൂ. ഇപ്പം എല്ലാ വീട്ടിലും സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ ആയി ഇപ്പോഴത്തെ. ഗാനമേളയ്ക്ക് സ്റ്റേജില് ദ്വാരകേ അല്ല, അത് കോമ്പറ്റീഷന് പാടിയതാണ്. ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാടിയത് തിരയും തീരവും ചുംബിച്ചുറങ്ങി, പാട്ട് വാണിയമ്മ പാടിയ പാട്ട്. അതായിരുന്നു ആദ്യത്തെ. അത് CSE ഓർക്കസ്ട്ര ആയിരുന്നു. സിനിമയിലേക്ക് എത്തിയത് യാദൃശ്ചികമായിട്ടാണ്. അതും ഇതുപോലെ CSE സ്റ്റുഡിയോയിൽ രാജാമണി സാറിൻ്റെ അച്ഛൻ ചിദംബരനാഥ് സാറും ഒരു ചിത്രചേച്ചിക്ക് വേണ്ടി 10 പാട്ടുകൾ, നമ്മുടെ ദാസേട്ടൻ്റെ ബ്രദർ ആനൻ ചേട്ടനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അതിൻ്റെ ട്രാക്ക് പാടാനായിട്ട് എന്നെയാണ് വിളിച്ചത്. അപ്പം ആ 10 പാട്ടുകളും 2 ദിവസം കൊണ്ട് റെക്കോർഡ് ചെയ്തു. അപ്പം 2ാമത്തെ ദിവസം സാറിൻ്റെ അടുത്ത് രാജാമണി സാറ് പറഞ്ഞു, മോള് തിരുവനന്തപുരത്ത് വന്ന് പാടാൻ പറ്റുമോ, എനിക്കൊരു സിനിമയുടെ വർക്കുണ്ട്, അപ്പോൾ ചിത്രയ്ക്ക് ട്രാക്ക് തന്നെയാണത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം അപ്പച്ചന് അത്രയും ദിവസമൊക്കെ, ഒരു 5 ദിവസമൊക്കെ വേണ്ടി വരും തിരുവനന്തപുരത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു സാർ. അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ വന്നപ്പോൾ സാർ ചോദിച്ചപ്പോൾ അപ്പച്ചൻ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും, 5 ദിവസമൊക്കെ ഇവിടുന്ന് മാറി നിൽക്കണമല്ലോ,
എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കവി ചിറ്റൂർ ഗോപിച്ചേട്ടൻ അന്ന് തബല വായിക്കും, ഗോപിച്ചേട്ടൻ, പിന്നെ PR മുരളിച്ചേട്ടൻ, ലിപ്സൺ ചേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ, കൃഷ്ണകുമാറേട്ടൻ, സിത്താർ, അവരൊക്കെ അപ്പച്ചനെ നിർബന്ധിച്ചു. അപ്പച്ച ഇത് സിനിമയുടെ വർക്കാണ്, ഇതുപോലെ കാസറ്റ് അല്ല, അപ്പം സിനിമയുടെ വർക്കായതുകൊണ്ട് നോ പറയണ്ട, എങ്ങനെയെങ്കിലും മിനിമോളെ കൊണ്ടുപോകണം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ട്രാക്ക് പാടാൻ പോകണം. ട്രാക്ക് പാടി കഴിഞ്ഞു, ഇത് പല ഇൻ്റർവ്യൂസിലും വന്നിട്ടുള്ളതാണ്. ട്രാക്ക് പാടി കഴിഞ്ഞിട്ട് ഒരു വലിയ സന്തോഷം ട്രാക്ക് പാടാൻ ചെന്നപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരുപാട് മ്യൂസീഷ്യൻസ്, അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ ഗായകരെയും ഒന്നിച്ചൊരു സ്റ്റുഡിയോയിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ റെയറാണ്. അന്ന് ഞാൻ കണ്ടത് MG രാധാകൃഷ്ണൻ സാറ്, MG ശ്രീകുമാറേട്ടൻ, വേണുഗോപാലേട്ടൻ, ജഗന്നാഥൻ എന്ന് പറഞ്ഞ സാറ്, ജഗന്നാഥൻ, ചന്തുവിൻ്റെ അച്ഛൻ, പിന്നെ പട്ടണക്കാട് പുരുഷോത്തമൻ സാറ്, ഓമനക്കുട്ടി ടീച്ചർ, ഇത്രയും പാട്ടുകാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ആ റെക്കോർഡിങ്ങിന് പ്ലേ ചെയ്യാൻ വന്നവരിൽ കുറേ പേര് ചെന്നൈയിൽ നിന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ പിന്നീട് ഞാൻ അവരെയൊക്കെ ചെന്നൈയിൽ ചെന്നതിന് ശേഷം ഞാൻ കണ്ടു. അപ്പോൾ അവരാരായിരുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ ചെന്നൈയിലെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, ഓ അവരായിരുന്നല്ലേ, അവരിവരായിരുന്നല്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഞാൻ അവിടെ ഭക്ഷണം ടിഫിൻ കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ രാജമണി മാഷ് പറയും, അവരൊക്കെ ചെന്നൈയിൽ നിന്ന് വന്ന മ്യൂസിഷ്യൻസ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ രാജാ സാറിൻ്റെ അടുത്തൊക്കെ അന്നേ പ്ലേ ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ആയിരുന്നു കുറേ പേരൊക്കെ. പിന്നെ ഇവിടെ നാട്ടിലുള്ള കുറേ പേരെ കണ്ടു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ചെറിയൊരു എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ് തരംഗിണിയിലെ. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഞാൻ പാടുമ്പോഴൊക്കെ. ആ സന്തോഷമൊക്കെ അവർ വന്ന് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ 5 ദിവസമായി, 5-ാം ദിവസമാണ് ഫുൾ എല്ലാ പാട്ടുകളും ഇട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാമണി സാറും ഇവരെല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തത് ട്രാക്ക് ആക്കണ്ട, ഇത് തന്നെ സ്ട്രെയിറ്റ് ചെയ്യാം. അങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ. അത് 18 വയസ്സ്. സ്വാഗതം. ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലും പാടാൻ പറ്റിയായിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു? അതായത് ഈ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചു എന്നുള്ളതാണോ അതോ താല്പര്യം ഉണ്ടായിരുന്നു? മറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടതല്ല, കേട്ട് ഇഷ്ടപ്പെട്ടതാണ്. അതോ താല്പര്യം ഉണ്ടായിരുന്നു മറ്റു ഭാഷകളിൽ പാടണം? മോനെ, ഞാൻ സത്യത്തില് പാടണം എന്ന് തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം എനിക്ക് ഇതെന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ ഇപ്പൊ ഈ ബുക്കിൽ എനിക്കൊരു ബുക്ക് വേണം, ബുക്കിൽ എഴുതണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടൊരു ബുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. ഈ ബുക്കിനെ കുറിച്ചേ അറിയാത്ത ഒരാൾക്ക് ബുക്ക് കണ്ടിട്ടുമില്ല, ബുക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ ഒരാൾക്ക് ഒരു ബുക്ക് കിട്ടി എങ്ങനെ ഉണ്ടാവും? അതിലെഴുതാൻ പറ്റുമെന്നറിയില്ല, അതിൽ പേജസ് ഉണ്ടെന്നറിയില്ല, അതിൽ ഞാൻ എഴുതാം, എഴുതുന്ന എനിക്കറിയില്ല. അതായിരുന്നു ഞാൻ. ഒന്നും അറിയില്ല. പാട്ട് എങ്ങനെയൊക്കെയോ എന്നിലേക്ക് വന്നതാണ്. അത് ബ്ലഡിലുണ്ട് പാട്ട്. പക്ഷെ ആ പാട്ട് എൻ്റെ ജീവിതമാർഗമാകും, അല്ലെങ്കിൽ പാട്ടിലൂടെ ഞാൻ ജീവിക്കും, പാട്ടായിരിക്കും എൻ്റെ എന്താ പറയുക, എന്നെ അറിയപ്പെടാൻ. അതൊന്നും ചിന്തിക്കാനുള്ളൊരു ആ പക്വതയിലേക്ക് എത്തുന്നതിന് മുൻപേ ഈ ഭാഗ്യങ്ങളൊക്കെ എനിക്ക് വന്നു. അതാണ് എൻ്റെ ലൈഫ്.
ഇതൊന്നും തിരിച്ചറിയത് പാട്ട് പാടിയാൽ ഫേമസ് ആകും, ഫേമസ് ആയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊന്നും അറിയാത്ത സമയത്ത് ഇതെല്ലാം അനുഭവിച്ചു. അതാണ് ഉണ്ടായത്. പാട്ട് പാടുന്ന സമയത്ത് തോന്നിയിരുന്നു ഇത് ആക്ച്വലി അത് വന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു അങ്ങനെ ഒരു ഇത് ട്രാക്കോ? ട്രാക്ക് പാടുമ്പോ ആക്ച്വൽ വോയിസ് ഇപ്പൊ എന്തെങ്കിലും റിയൽ ഇതിൽ വന്നിരുന്നെങ്കിൽ ആ സമയത്ത് ആലോചിച്ചു. അത് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഒരു അറിവ് വേണ്ടേ? ഇല്ലേ? ഒരു മിനിമം ഒരു അറിവ് വേണ്ടേ? ഇപ്പൊ ഞാൻ CSCയില് കാസറ്റുകൾ ഇങ്ങനെ പാടിക്കൂട്ടുന്നുണ്ട്. ഞാൻ ഈ കാസറ്റ് കേൾക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നത് ആരെയാണ്? എൻ്റെ കൂടെയുള്ള മ്യൂസീഷ്യൻസിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ വർഷങ്ങളോളം. ഓഡിയൻസിനെ കാണുന്നത് വേറൊരാൾ പാടിയ പാട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ മാത്രമാണ് ഓഡിയൻസിനെ കാണുന്നത്. അപ്പം നമ്മൾ മറ്റൊരാൾ, അപ്പം ഞാൻ അവരാണ് എപ്പോഴും ഗ്രേറ്റ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ. അവർ പാടിയ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ എനിക്ക് കയ്യടി കിട്ടുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് നടക്കുന്ന അതിലും വലിയ കാര്യമാണെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ല, ആ ഒരു അറിവില്ല. സ്വാഗതത്തിന് ശേഷം ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ പാടിയിട്ടുണ്ടല്ലോ. ശേഷമല്ല, സ്വാഗതത്തിന് ശേഷമല്ല അത്. അതായത് ഞാൻ CSC ഓർക്കസ്ട്രയിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് റെക്കോർഡിങ്സ് പാടാൻ തുടങ്ങിയില്ലേ, അന്ന് തുടങ്ങി ഞാൻ ഈ ലെജൻസിനോടൊപ്പമാണ് ജീവിക്കണത്. പക്ഷെ അതെനിക്കറിയില്ല. അർജുന മാഷ്, രാഘവ് മാഷ്, പെരുമ്പാവൂർ G രവീന്ദ്രനാഥൻ സാറ്, ഫ്രാൻസിസ് വലപ്പാട്, ജെറി അമൽദേവ് സാറ്, എത്രയോ വർക്കുകൾ മാഷിൻ്റെ ഞാൻ പാടി. ജോബൻ ജോർജ് സാറ്, പിന്നെ മാനുവൽ ഏട്ടൻ, ബേണി ഇഗ്നേഷ്യസ്, ഒരുപാട് പേര്. അപ്പൊ അല്ലല്ല, അന്നൊന്നും ജോൺസേട്ടനെ കണ്ടിട്ടില്ല. അതാണ് സ്വാഗതം പാടുന്നതിന് മുമ്പ് എന്നും ഞാൻ ഇവരെയൊക്കെയാണ് കാണുന്നത്. എന്നും ഇവരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യണേ. പക്ഷെ ഇവരൊക്കെ ഇത്രയും വലിയ ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. അവരെൻ്റെ അപ്പച്ചൻ്റെ പോലെ ജുബയും മുണ്ടൊക്കെ ഇട്ട് വരും, ഞാൻ പാട്ട് പാടും. അവർ പാട്ട് പറഞ്ഞു തരും, ഞാൻ പാടും. അത്ര തീർച്ചയായിട്ടും കുറച്ചൊക്കെ അറിയാണ്ടിരിക്കണം തന്നെ നല്ലത്. എല്ലാം അറിഞ്ഞാൽ കൂടുതൽ പേടിയുണ്ടാവും. ഈ പ്രൊഫഷണൽ സ്പേസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആയിട്ട് ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഫൗണ്ടേഷൻ, ശാസ്ത്രീയ സംഗീത പരിശീലനം അത്രയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ പ്രൊഫഷണൽ സ്പേസിൽ പാടാൻ തുടങ്ങിയപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറയണേ. ഞാൻ ഈ പ്രശസ്തി ബാധിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ പറയാൻ കാരണം എൻ്റെ കഴിവല്ല. എനിക്കതൊരു ബ്ലെസ്സിങ് ആണ്. അല്ലാതെ ഞാനത് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമേ അല്ല എൻ്റെ പാട്ട്. മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണേ. എൻ്റെ പാട്ട് എനിക്ക് ദൈവം തന്ന ആ ഒരു ഗിഫ്റ്റാണത്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലും എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഒരു ഗുരു എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പാട്ട് പറഞ്ഞു തരണം, അത് തിരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് പാടാൻ പറ്റുന്നത് അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ്. അത് ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കണതല്ല. അത് എൻ്റെ ചെറിയൊരു പരിശ്രമം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ആ റിസൾട്ടില്ലേ, അത് ബ്ലെസ്സിങ്സ് ആണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശബ്ദം ബ്ലെസ്സിങ്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരുപാട് ഗായകര് അവരുടെ ശബ്ദം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശബ്ദം മാത്രമല്ല, എൻ്റെ ടാലന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എനിക്കറിയില്ല. അത് എങ്ങനെയാണ് ഞാൻ പാടണേ അതെനിക്കറിയില്ല. അത് ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാവരും നന്നായി നന്നായി എന്ന് പറയുമ്പോഴും ഞാൻ ദൈവത്തിന് സ്തുതിയും നന്ദിയും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണം. എല്ലാവരും പറയില്ലേ നന്നായി പാടി, ചേച്ചിയുടെ പാട്ട് നല്ലതാണെന്ന് പറയുമ്പോഴും എനിക്കൊന്നും തോന്നില്ല. ഞാൻ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ
എൻ്റെ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് വരെ ഞാൻ അങ്ങനെയാണ്. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പൊ ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്നില്ലേ, അപ്പൊ ഇനി കുറച്ച് ഗമയാകാം, ചിലപ്പോ അങ്ങനെയൊക്കെ ആയിന്ന് വരും. പാട്ട് പാടി റെക്കോർഡിങ് ഇതിന്റെ ഇടയിൽ സാധാരണ ഒരു കുട്ടിക്കാലവും കോളേജ് ജീവിതവും ബാക്കി സാധാരണ ജീവിതങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടികളുടെ കൂട്ടുകാരോട് കളിക്കുക, പുറത്തു പോവുക, സിനിമ കാണുക, ബന്ധു വീടുകളിൽ പോവുക, അങ്ങനെ ഒരു ജീവിതം നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ പിന്നെ എപ്പോഴെങ്കിലും? പിന്നെ തോന്നിയിട്ടുണ്ട്. ആ സമയങ്ങളിൽ എനിക്ക് അത് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല, എനിക്കിതൊക്കെ നഷ്ടമായല്ലോ എന്ന്. പക്ഷേ കുറച്ച് സമയമെങ്കിലും എനിക്ക് അവരോടൊപ്പം ഇരിക്കാൻ കിട്ടിയാൽ ഞാനത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയാൻ, എന്നിലും മുതിർന്ന 2 ചേച്ചിമാരുണ്ട് പരിസരത്ത്. പിന്നുള്ളതൊക്കെ എന്നിലും ചെറിയ ആൾക്കാരാണ്, അവരാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഒരു ദിവസമൊക്കെ ഒഴിവുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞങ്ങളുടെ ഗ്രാമത്തിലെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ കശുമാവിൻ്റെ തോട്ടമുണ്ട്, അവിടെ പോവും. ഈ പിള്ളേരെല്ലാം കൂടി പോയി അവിടെ ഇരുന്ന് ആ കശുമാവിൻ്റെ മരത്തിൽ കയറി ഇരുന്ന് കശുമാങ്ങയൊക്കെ കഴിക്കും. അങ്ങനെ അവിടെ കോടി കളിച്ച് നടക്കും. അതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. എനിക്ക് അതായിരുന്നു ഏറ്റവും ഇഷ്ടം, പിള്ളേരുടെ കൂടെ. ഇപ്പോഴും എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഒരു കൊച്ചിനെ കിട്ടിയാൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും എൻ്റെ കൂടെ ഇരിക്കും. അത്ര ഇഷ്ടമാണ്. എനിക്കെപ്പോഴും കുഞ്ഞായിട്ടിരിക്കാനാണ് ഇഷ്ടം. PJ റോസ്ലി എന്ന് പറയണത് ഒഫീഷ്യലി ഇപ്പോഴും എൻ്റെ പേര് PJ റോസ്ലി തന്നെയാണ്. പക്ഷെ സ്റ്റേജ് ഷോസിനൊക്കെ ചെല്ലുമ്പോൾ എന്നെ അപ്പച്ചൻ മിനി എന്നല്ലേ വിളിക്കാൻ, മിനിമോളെ എന്നാ വിളിക്കാൻ, അല്ലെ മോനെ എന്ന് വിളിക്കും. മിനിമോളെ എന്ന് അങ്ങനെ വിളിക്കൽ വളരെ ചുരുക്കമാണ്. പക്ഷെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മിനി എന്നാണ് പറയാറ് സാധാരണ. അതെ. അത് ഇളയരാജ സാറ് ചെയ്ത എന്ന് വെച്ചാൽ അവിടെ ചെന്ന് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മിനി എന്നുള്ള പേര് തമിഴിലില്ല അത്രേ, നിന്റെ പേര് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് മാറ്റി. ആരെങ്കിലും ചോദിച്ചാൽ മിൻമിനി എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിൻമിനി ആയത്. നമുക്ക് എന്തായാലും ഓക്കെ. അതിന് ഏത് പേരിലൊക്കെ എന്തിരിക്കുന്നു, നമുക്ക് പാടിയാൽ മതി, അത്രേ ഉള്ളൂ. ചെന്നൈയിലേക്കുള്ള യാത്ര നാട്ടിലായിരിക്കുമ്പോൾ ഗാനമേളകൾ ഉണ്ടല്ലോ. അപ്പോൾ ചെന്നൈയിലാണ് മിക്ക പ്ലേബാക്ക് സിംഗേഴ്സും താമസം അന്നൊക്കെ. ഉണ്ണിമേനൻ, P. ജയചന്ദ്രൻ അങ്കിള്, കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, മർക്കോസേട്ടൻ നാട്ടിലാണ്, മർക്കോസേട്ടൻ, ജോളി എബ്രഹാം ചേട്ടൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രോഗ്രാംസിന് എന്നെ വിളിക്കാറുണ്ട് ഇവിടെ നാട്ടിൽ വരുമ്പോൾ, സ്റ്റേജ് ഷോസിന്. അപ്പം അങ്ങനെ ഒരു ദിവസം, ഒരു ജനുവരി 1-ാം തീയതി, അതായത് 91 ജനുവരി 1-ാം തീയതി പാലക്കാട് ഒരു ഷോ. അത് CSCയുടെ ഓർക്കസ്ട്ര, ജെറി അമൽദേവ് സാറിൻ്റെ പാട്ടുകൾ. അപ്പം അതിന് പാടാനായിട്ട് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ വന്നു. അപ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മിനിനെ ഇളയരാജയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇളയരാജ അതാ അത്ര പോലും അറിയില്ല. അങ്ങനെ ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇളയരാജ അതാരാണോ എന്ന് വിചാരിച്ചു. പക്ഷെ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ അപ്പച്ചൻ്റെ അടുത്ത്, എന്നോട് അത്രേ പറഞ്ഞുള്ളൂ, അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജയേട്ടൻ എത്ര ദിവസമായി നിങ്ങളെ വിളിക്കണു കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി, എങ്ങനെയെങ്കിലും അപ്പച്ചൻ എത്രയും പെട്ടെന്ന് മിനിനെയും കൊണ്ട് ചെന്നൈയിലെത്തണം എന്ന് ആദ്യത്തെ ദൂത് കൊണ്ടുവന്നത് കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ അപ്പച്ചി പറഞ്ഞു, അങ്ങനെ എല്ലാ ദിവസവും പ്രോഗ്രാംസും റെക്കോർഡിങ്സും അല്ലേ, അപ്പോൾ എൻ്റെ ചെറിയ രാജ്യത്തിൽ ഞാൻ അങ്ങനെ ബിസിയല്ലേ, അപ്പം അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകൽ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എന്തായാലും ജയേട്ടനെ വിളിക്കുമെന്ന് പറഞ്ഞ് നമ്പർ എഴുതി കൊടുത്തു. അങ്ങനെ അപ്പച്ചി പിറ്റേ ദിവസം ജയനങ്ങളിനെ വിളിച്ചു.
ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ അങ്കിള് ഭയങ്കര ദേഷ്യം, എത്ര ദിവസമായി ഞാൻ വിളിക്കണു എന്നൊക്കെ അപ്പിച്ചെടുത്ത്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്കണം ചെന്നൈക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ CAC പാടാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ, അപ്പോൾ ആരെയും കിട്ടാനില്ല. അപ്പോൾ അവസാനം അങ്ങനെയാണ് എൻ്റെ ചേച്ചി CAC പാടാൻ വന്നത്. ജനുവരി 20 വരെ കണ്ടിന്യൂസ് പ്രോഗ്രാംസാണ്. അതിനുശേഷമാണ് ഞാൻ അത് ഈ ഓർക്കസ്ട്രയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാം നമ്മളെ ഏൽപ്പിക്കാൻ വരിക. അപ്പോൾ അവർ അന്ന് പാടിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെയാണ് മിക്ക പ്രോഗ്രാംസും ബുക്ക് ചെയ്യുക. അപ്പം ഞാനില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് നമ്മൾ ഏറ്റ പ്രോഗ്രാംസ് മുഴുവനും ഇവിടെ പാടി കഴിഞ്ഞിട്ടാണ് ചെന്നൈക്ക് പോയത്. അങ്ങനെയാണ് സിനിമയിൽ എത്തിയത്. ആദ്യത്തെ മീറ്റിംഗ് എങ്ങനെയായിരുന്നു രാജസാറുമായിട്ടുള്ള? ആദ്യമായിട്ട് രാജസാറിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുൻപ് ജെറിമാഷിൻ്റെ വീട്ടിലേക്കാണ്. മാഷിൻ്റെ പാട്ടുകൾ പാടാൻ ഞാൻ 2 പ്രാവശ്യം ചെന്നൈക്ക് പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ചുവന്ന അങ്കി, താണ്ഡവം എന്നുള്ള 2 സിനിമകൾ, പിന്നെ കുറേ ഭജൻസ്, ഡിവോഷണൽസ് ഒക്കെ പാടാൻ മാഷിൻ്റെ വർക്കിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ താമസിക്കുന്ന മാഷിൻ്റെ വീട്ടിലാണ്. അപ്പം അങ്ങനെ ഒരു പരിചയം മാഷിൻ്റെ വീടുമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ ചെന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും ജയനങ്ങൾ അവിടെ വന്നു. അങ്ങനെ ജയനങ്ങൾ വന്ന് രാജസാറിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാം. ഞാൻ റൂമിലിരിക്കുകയാണ്. അങ്കിളും അപ്പച്ചനും ജെറിമാഷും കൂടി സംസാരിച്ചു കഴിഞ്ഞ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചു, മോളെ ഏത് പാട്ടാണ് പാടാൻ പോണത്, സാറ് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാടും എന്നൊക്കെ ചോദിച്ചപ്പം അപ്പച്ചൻ പറഞ്ഞിങ്ങനെ. അപ്പം ജയനങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ വലംപിരിശെങ്കിൽ പാടി കേട്ടിട്ടില്ല, മാഷും കേട്ടിട്ടില്ല, ജെറിമാഷും. അപ്പോൾ അതൊന്ന് പാടാൻ പറഞ്ഞു. ഞാനത് പാടിക്കഴിഞ്ഞപ്പോൾ 2 പേരും ഇരിക്കുകയാണ്. ഇത് ആദ്യം ഇത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ജയനങ്ങൾ എൻ്റെ പാട്ട് കേട്ടത് ഷൺമുഖപ്രിയരാകുമോ എന്നുള്ളൊരു പാട്ട്, നമ്മുടെ അരുന്ധതി ചേച്ചി പാടിയ പാട്ട്. ഞാൻ സ്റ്റേജിൽ പാടുന്നത് ഏതൊരു വീഡിയോ കാസറ്റ്, ഞാൻ പണ്ട് ഗൾഫിൽ പോയ ഒരു കാസറ്റ് അങ്കിള് കണ്ടിട്ടുണ്ട്. അത് ഓർത്തിട്ടാണ് അങ്കിള് പറഞ്ഞത് ആ പാട്ടൊന്ന് പാടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് പാടി. പാടി കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, 2ാമത് പാട്ട് പാടാൻ പറഞ്ഞാൽ ഇത് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ആ മതിൽക്കെട്ടിന് പുറത്ത് റോഡ് സൈഡിൽ കുറേ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത്, ഇത് കണ്ട ഈ ആൾക്കാരെയൊക്കെ? കണ്ടു. ഇതൊക്കെ ഇളയരാജ അതിലെ പോകുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കണതാണ്. അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. തോന്നാത്തതിൻ്റെ കാരണം നമുക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല, അതാണ്. പിന്നെ പോണ വഴിക്കൊക്കെ രാജാസാറിൻ്റെ വലിയ കട്ടൗട്ടൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്, വലിയ സൈസിൽ. അത് നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു സൈസൊന്നുമല്ല. നമ്മൾ ശരിക്കും ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നോക്കിയാൽ പറ്റില്ല, ഇങ്ങനെ നോക്കണം. അത്രയും വലിയ സൈസിലാണ് അതൊക്കെ വെച്ചേക്കണം റോഡിൻ്റെ സൈഡിലൊക്കെ. അപ്പം അങ്ങനെ അവിടെ ചെന്നു. നേരെ രാജാസാറിൻ്റെ കമ്പോസിങ് റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്നു. സാറ്, വാലി സാറ്, ഗംഗാമരൻ സാറ്, രാജാസാറ്, പിന്നെ അപ്പച്ചൻ, ഞങ്ങളൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ഒരു കീർത്തനം പാട്. അപ്പം എനിക്ക് കീർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് എന്തൊക്കെയോ പറയണ്ടേ, എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞു തെരിഞ്ച പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ വലംപിരിശെങ്കിൽ പാടി കഴിഞ്ഞപ്പോൾ മുഴുവനും കേട്ടിരുന്നു. ഇത് നീ എത്ര പ്രാവശ്യം കേട്ടാണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് പഠിച്ച കഥ പറഞ്ഞാൽ അത് വേറെ കഥ പറയേണ്ടി വരും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, വയറിംഗ് ഒക്കെ കഴിഞ്ഞ് കണക്ഷൻ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ മേലെയുള്ള
2-3 വീടുകൾക്ക് അപ്പുറമുള്ള ഒരു വീട്ടിൽ വരെയുള്ളൂ കറണ്ട്. അവിടെ ഇരുന്ന് അവിടുത്തെ ചേട്ടന്മാർ പാട്ട് ഉറക്ക വയ്ക്കും, ഞാനിവിടെ ഇരുന്ന് പഠിക്കും. ഞാൻ മുറ്റത്തിരുന്നാൽ ശരിക്കും കേൾക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ് ഞാൻ ആ പാട്ട്. അതൊന്നും സാറിനോട് പറഞ്ഞില്ല, ഞാൻ 3-4 പ്രാവശ്യം കേട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു പാട്ട് പാടുന്നു. അങ്ങനെ ഷൺമുഖപ്രിയരാകും ഫുള്ള് പാടി. 2 പാട്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി നാട്ടിക്ക് പോക വേണ്ട. അയ്യോ, ഭയങ്കര വിഷമായി. എന്നുവെച്ചാൽ നാട്ടിലിങ്ങനെ ഡയറിയിൽ ഡേറ്റ് അടക്കം എഴുതിയിട്ടൊക്കെ അല്ലേ, ഇത്രയും പ്രോഗ്രാംസ് ഇല്ലേ. അപ്പം അപ്പച്ചിയുടെ അടുത്ത് ഞാൻ അപ്പച്ചി, അപ്പോൾ സാറിനോട് അപ്പച്ചൻ പറഞ്ഞു സാറ് പറയണ പോലെ ചെയ്യാൻ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ തുടക്കം. അറിയാം, എന്നോട് മനഃപൂർവ്വം പറയാത്തതായിരിക്കും, ഞാൻ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതൊന്നും എന്നോട് ഇതുവരെ മരണം വരെ അതൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അത് തന്നെയാണ് കാരണം, ഈ അറിവില്ലായ്മ. അതാണ് ആ പാട്ട്. അത്ര എനിക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് ഞാൻ. അത് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായ കൊച്ചാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതില്. അതാണ് വ്യത്യാസം. ഒന്നും അറിയാണ്ട്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നതിന് മുൻപേ ഈ ഭാഗ്യങ്ങളെല്ലാം ലഭിച്ച ഒരു ദൈവത്തിന്റെ കുഞ്ഞാണ് ഞാൻ. ഇത് മറ്റു ചില ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അത് ചിന്ന സൈഡ് ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അത് ഒരു ദിവസം അർജുന മാഷ് വീട്ടിൽ വന്നു. മാഷ് എന്നെ ഇവിടെ വെച്ചേ അറിയാലോ. അതിനു മുൻപ് ചെന്നൈയിൽ ഞാനായിരിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസങ്ങൾ ഞാൻ ജെറിമാഷിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അതിനുശേഷം പിന്നെ എന്നും മാഷിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അത് നമുക്ക് താമസിക്കാനൊരു സ്ഥലം വേണം. അപ്പം അങ്ങനെ ഇളയരാജ സാറിൻ്റെ സ്റ്റുഡിയോന്ന് ഇൻചാർജ് സുബ്ബയ്യ തന്നെ വീടുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ സിഒ ആൻഡോ അങ്കിള് അവിടെ സ്ഥിരം പാടുന്ന ആളാണ്, കോറസൊക്കെ പാടും. പിന്നെ അന്നൊക്കെ കരകാണ് കടലലമേലെ കേട്ടിട്ടില്ലേ, അത് പാടിയ ആൾ. പിന്നെ അപ്പം അങ്കിളിൻ്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാനൊരു റൂമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്കിളിൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു ഒരു 6 മാസത്തോളം. അപ്പം എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല, ചോറുണ്ടാക്കാൻ അറിയില്ല, കറി ഉണ്ടാക്കാൻ ഒന്നും അറിയില്ല. അപ്പച്ചനാണെങ്കിൽ അതിലും കഷ്ടം, ഒന്നും അറിഞ്ഞൂടാ. അപ്പച്ചനാകെ ചെയ്യണത് തേങ്ങ ചിരണ്ടു. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ആൻറ്റോ വീട്ടിൽ റൂമുണ്ട്. അപ്പോൾ അവിടെ മന്ത്ലി നമ്മൾ പൈസ കൊടുത്താൽ അവർ ആൻറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി. നല്ല രസമാണെന്ന് അറിയുമോ, ആൻറ്റിയുടെ ഫുഡൊക്കെ അസല് ഫുഡാണ്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും ആൻറ്റി. അങ്ങനെ ഞങ്ങൾ 6 മാസം അവിടെ താമസിച്ചപ്പോൾ അർജുന മാഷ് റഹ്മാൻ സാറിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് വീട്ടിൽ മീൻസ് മാഷിനൊരു സ്ഥലമുണ്ട് അവിടെ അവരുടെ വീട്ടിൽ. അപ്പം മാഷ് ഇടയ്ക്ക് നാട്ടിൽ നിന്ന് അവിടെ വരുമ്പോൾ അർജുന മാഷും ആൻറ്റോങ്ങളും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ആൻറ്റോങ്ങളുടെ വീട്ടിൽ മാഷ് വരും. അപ്പം ഞാനവിടെ ഉണ്ടാവുമല്ലോ. റെക്കോർഡിങ്സ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പോലെ പിന്നെ സ്റ്റേജ് ഷോസിന് രാത്രി പോക്കില്ല. അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റേജ് ഷോസൊക്കെ ശരിക്കും ഒരു 9 മണിക്കുള്ളിൽ കഴിയും എന്തായാലും. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ രാത്രി ഉണ്ടാവും. മാഷ് വരും അവിടെ. അപ്പം ഞങ്ങൾ ടെറസിൽ കുറേ നേരം പോയിരുന്നിട്ട് എൻ്റെ അപ്പച്ചനും പാട്ട് പാടും, ആൻറ്റോ പാടും, അർജുന മാഷും പാടും, ഞാനും പാടും, ആൻറ്റോങ്ങളുടെ മക്കളും പാടും. അപ്പം ഞങ്ങൾ ആ ടെറസിൽ ഇങ്ങനെ പായൊക്കെ വിരിച്ചിട്ട് അതിലിരുന്ന് കുറേ നേരം പാട്ടൊക്കെ പാടും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ ചെന്ന്
രാജസാറിൻ്റെ പാട്ടുകൾ എന്നും പാടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് 92-ലാണ് റോജ പാടുന്നത്. അപ്പോൾ അത് പാടാനായിട്ട് മാഷ്, അപ്പം ഞങ്ങൾ സ്ഥലം മാറി. അപ്പം അമ്മച്ചി വന്നു, പിന്നെ എൻ്റെ ജാൻസേച്ചി വന്നു. അപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം പോരാ. അങ്കിളുടെ വീട്ടിലൊരു ബെഡ്റൂമും ഒരു ചെറിയ മുറിയും, ആദ്യം കയറി വരുന്ന ആ മുറി മാത്രമേ ഉള്ളൂ, ടോയ്ലറ്റും അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മച്ചിയും കൂടി വരുമ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് പോരല്ലോ. ഞങ്ങൾ സാലിഗ്രാം പ്രസാദ് സ്റ്റുഡിയോയുടെ അടുത്തൊരു വീട്ടിലേക്ക് മാറി. അങ്ങനെ ഞങ്ങൾ മാറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ചിന്ന ചിന്നാസി പാടുന്നത്. അപ്പോൾ മാഷ് വീട്ടിൽ വന്ന് അവിടുത്തെ ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. റഹ്മാൻ സാറിൻ്റെ വീട്ടിലൊരു ഓട്ടോ കൊണ്ടാവുന്നു. ആ ഓട്ടോയിൽ തന്നെ ഞാനും അപ്പച്ചനും മാഷും പോയി. ജാൻസേച്ചി ഉണ്ടായിരുന്നു. ജാൻസേച്ചി 2ാമത്തെ ദിവസമാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പോയി പാട്ട് പാടി, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല അല്ലേ. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അറിയില്ല, ആയിരിക്കാം. അത് റഹ്മാൻ സാറിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു. അതായത് ഇത് പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം മണിരത്നം സാറാണോ വേറെ ആരൊക്കെയോ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇത് ഓക്കെ ആണോ, ഇനി വേറെ ആരെങ്കിലും പാടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് സാറിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടത്. ആര് പാടാനിരുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ആയിരിക്കാം എന്ന് വെച്ചാൽ ഞാനൊരു തുടക്കക്കാരിയല്ലേ. അപ്പം അവരുദ്ദേശിച്ച ആ എക്സ്പ്രഷനും ഇതൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആൾ പാടും. റഹ്മാൻ എങ്ങനെയാ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുമോ? ആളുടെ ഒരു രീതികൾ എങ്ങനെയാണ്? ഹാർമോണിയം വായിച്ച് പറഞ്ഞു തരും, പാട്ട് പാടിത്തരും. ചിന്ന ചിന്നാസി പഠിപ്പിച്ച സാറ് തന്നെയാണ്. അർജുന മാഷും ഉണ്ടായിരുന്നു, റഹ്മാൻ സാറിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ദേഷ്യം വരുമോ ആൾക്ക്? ദേഷ്യം വരുത്തിയിട്ടില്ല ഞാൻ. ദേഷ്യം വരാത്ത മനുഷ്യരുണ്ടാ? എനിക്ക് ഭയങ്കര ദേഷ്യം വരും ചില സമയത്തൊക്കെ. ദേഷ്യം വന്ന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. റഹ്മാൻ സാറിന്റെ നാഷണൽ അവാർഡ് വെച്ചിരുന്നു റോജ ഫിലിമിൽ. അപ്പൊ മാമും അതിൽ ഈക്വലി ഒരു അർഹതപ്പെട്ട ആളാണ് അവാർഡ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്നിലും നന്നായിട്ട് പാടുന്ന ആൾക്കാരുള്ളപ്പോ നമ്മൾ അങ്ങനെ വിശ്വസിക്കരുത്. ആ പാട്ട് ഹിറ്റായിരിക്കാം, പക്ഷെ അതിൽ നന്നായിട്ട് പാടിയ ആൾക്കാർ വേറെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുക. അല്ലെങ്കിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടത്തക്ക ഒരു ബെസ്റ്റ് സിംഗർ എന്ന് പറയാൻ എനിക്ക് പറ്റൂല. എന്നെ അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. റെസ്പോൺസ് നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഇന്നസെൻസ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത ഒരു സോങ് ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. ആ ക്യാരക്ടർ തന്നെയാണ് അത് പാടിയത്. അതാണ് ആ പാട്ടിന്റെ വിജയം എന്ന് വെച്ചാല്. അതെന്താണോ ക്യാരക്ടർ അദ്ദേഹം ചിന്തിച്ചത്, ആ ക്യാരക്ടറുള്ള ഞാനാണ് ആ പാട്ട് പാടിയത് അല്ലേ. അപ്പൊ ആ ക്യാരക്ടർ തന്നെയല്ലേ അത്. അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിന് ശേഷം വേറൊരു ഫങ്ഷന് ചിന്ന ചിന്നാസൈ പാട്ടിന് വേണ്ടി മാത്രം ഒരു ഫങ്ഷൻ ചോള ഷെറട്ടൺ ഹോട്ടലിൽ വെച്ച് നടത്തി. അത് വൈരമുത്തു സാറ്, റഹ്മാൻ സാറ്, മണിരത്നം സാറ്, അന്ന് ഭാരതിരാജ സാർ എനിക്ക് പൊന്നാടയൊക്കെ അണിയിച്ചു. അങ്ങനെ ഒരു ഫങ്ഷൻ അവിടെ നിന്ന്. അത് ഇതുവരെ അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് അവിടെ സ്റ്റേജിൽ പറയുകയും ചെയ്തു ബാലചന്ദ്ര സാറ്, ഇതുവരെ ഇങ്ങനെ ഒരു വിഴ എങ്ങും നടന്നതായിട്ട് അറിവില്ല. ഒരു പാട്ടിന് വേണ്ടി ഒരു ഫങ്ഷൻ നടത്തുക എന്നുള്ളൊരു അത് ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് SPB സാറാണ്.
അപ്പം മിക്കവാറും സ്റ്റുഡിയോസിൽ ഞാൻ ചെല്ലുന്ന സ്റ്റുഡിയോസിലൊക്കെ ചിലപ്പോൾ അങ്കിള് പാടി ഇറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പാടി ഇറങ്ങുമ്പോൾ അങ്കിള് വരും. അങ്ങനെയൊക്കെ പല പ്രാവശ്യം കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ പാര് இந்த வாட்டி உனக்கு தான் നാഷണൽ അവാർഡ് വരപ്പോകുന്നത് എന്ന് പറയും. അങ്ങനെയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അത് സത്യത്തിൽ ഞാൻ പാടി വെച്ചിട്ടുള്ള പാട്ടുകളിൽ വെച്ച് ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടുമാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പാട്ട്. അതിലും എത്രയോ ബുദ്ധിമുട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് ഇല്ലേ? പല പാട്ടുകളും ഭയങ്കര ടഫ് സോങ്സ് ഒക്കെ പാടിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ആ പാട്ടിന് എന്തോ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 30 വർഷത്തിന് ശേഷവും ആ പാട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ കാരണം. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ബ്ലെസ്സിങ്സ് ഉള്ള പാട്ടാണ്. അത്രേ എനിക്ക് അറിയുള്ളൂ. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ 30 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് ഞങ്ങളുടെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ താഴെയുള്ളവരും ഇപ്പോഴും മാമിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ആ ഒരു പാട്ടിനെ വേണ്ടി. അപ്പം അതിനെ എങ്ങനെ നോക്കി കാണുന്നത്? അതായത് ഈവൻ ആഫ്റ്റർ ഇയേഴ്സ് ആൾക്കാർ കാണുവാണൊക്കെ ഇങ്ങനൊരു പാട്ടുകാരി ഇത്ര നല്ല മ്യൂസിക്കാണ്, നന്നായിട്ട് പാടുന്നു, അതിനെ എങ്ങനെ നോക്കി കാണുന്നത്? അതായത് ഇപ്പോഴും ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട് ആൾക്കാരുടെ അടുത്ത്. തീർച്ചയായിട്ടും അത് നന്ദിയോടെ സന്തോഷത്തോടെ, അതിൻ്റെ എത്ര മഹത്വമാണോ ആ പാട്ടിനുള്ളത് അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ ഒരു ഭാഗ്യത്തെ ഞാൻ വളരെ നന്ദിയോടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ പാടി സാറിൻ്റെ. പുതിയ മുഖം, കാതലൻ, പിന്നെ വണ്ടിച്ചോല ചിന്നരാസു, ജെന്റിൽമാൻ, ഏതാ കറുത്തമ്മ, പേരുകൾ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ, ഓർമ്മയില്ല. കുറേ പാട്ടുകൾ പാടി സാറിൻ്റെ. സൗവർണികാമൃതാത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ബേസ് ഒട്ടും ഇല്ലാത്ത ഒരാളാണ് അത് പാടിയതെന്ന് തോന്നുകയില്ല അത് കേൾക്കുമ്പോ. തോന്നില്ല? ഇല്ല. അതുകൊണ്ടാ. താങ്ക് യു. പാടാൻ ബുദ്ധിമുട്ടി ആ പാട്ടിന്? അയ്യോ, അത് പാടാൻ പോയ കഥ. ഈ രവീന്ദ്രൻ മാഷിന്റെ പാട്ട് പാടിയിട്ടാണല്ലോ രാജ സാറിൻ്റെ അടുത്ത്. അപ്പൊ എൻ്റെ മനസ്സിൽ രവീന്ദ്രൻ മാഷാണ് ഭീകരൻ. രാജ സാറ് എന്താണെന്ന് അറിയാത്തൊരു സമയം എന്ന് വെച്ചാൽ ഇത്രയും ടഫായിട്ടുള്ള പാട്ട് ചെയ്ത ആള് രവീന്ദ്രൻ മാഷല്ലേ. അപ്പം മാഷിൻ്റെ റെക്കോർഡിങ്ങിന് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര പനി, പേടിച്ചിട്ട് പനി വന്നാന്ന് തോന്നുന്നു. പനിച്ചിട്ട് എനിക്ക് ഒട്ടും വയ്യ. അങ്ങനെ പോയി ഭയങ്കര മോശമായിട്ട് പാടി പാട്ട് വിത്ത് ഓർക്കസ്ട്ര. ഒത്തിരി മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പാടി കഴിഞ്ഞു. മാഷിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പാടിയതൊന്നും, മാഷിന് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് ദാസേട്ടനെ അത് പാടാൻ ചെന്നപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയത് കേൾപ്പിച്ചു. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു മിനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മിനി സുഖമില്ലാതെ പാടിയേക്കണതാണ്, തിരിച്ച് വിളിച്ച് ഒന്നുകൂടി പാടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ മാഷ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് കുറേ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് എന്നെ കൂളാക്കി. അതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്ത് ഇപ്പം കേൾക്കുന്ന സൗവർണികാമൃതം. മാഷ് അത് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആണ്. എന്നുവെച്ചാൽ ഇതൊക്കെ ഞാൻ അറിയണത് മാഷ് മരിച്ചു പോയതിന് ശേഷമാണ്. ഈ കഥകളൊക്കെ ഞാൻ മാഷ് തന്നെ ബിജു നാരായണൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയണത്, മാഷ് മരിച്ച് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ടി വിയിൽ കാണുകയാണ് നാട്ടിലിരിക്കുമ്പോൾ. അന്നാണ് ഞാൻ അറിഞ്ഞത്. ഭയങ്കര അതെന്ത് ഫീലിങ്സ് ആണെന്ന് എനിക്ക്. മാഷിനോടൊന്ന് നേരെ ചെന്ന് ഒരു നന്ദി പറയാനോ ഒന്ന് ഓടിച്ചെന്ന് നമസ്കരിക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിൽ ആ സത്യം അറിയേണ്ടി വന്നു. ഭയങ്കര ഒരു സങ്കടകരമായൊരു
കാര്യമായിരുന്നു. ഈ ജോൺസൺ മാഷിന്റെ ഒക്കെ കൂടെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ, അങ്ങനെ എടുത്തു പറയുന്ന രീതിയിൽ? അതൊക്കെ തന്നെ ഉള്ളൂ ഓർമ്മകൾ. എന്ന് വെച്ചാൽ ജോൺസേട്ടൻ എന്താ പറയുക, എനിക്ക് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ തന്നത് ജോൺസേട്ടനാണ്. എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. ഞാൻ വയ്യാണ്ടിരിക്കുമ്പോൾ പോലും ജോൺസേട്ടൻ എന്നെ പാടിപ്പിച്ചിട്ടുണ്ട്. എന്താ അതിൽ കൂടുതൽ പറയാൻ? ഓരോ പാട്ട് കഴിയുമ്പോഴും നീ എന്താ പാടിയതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച ശരിയായില്ലേ, അതോ പുന്നാരിക്കണതാണ് നമ്മളെ കൊഞ്ചിക്കണം, നീ എന്താ പാടിയതെന്ന് ചോദിക്കും. അങ്ങനെ പറയായിരുന്നു ജോൺ ചേട്ടൻ. നല്ലൊരു ചേട്ടനായിരുന്നു. ജോൺ ചേട്ടൻ്റെ അമ്മച്ചി അവിടെ ചെന്നൈയിൽ വരും ഇടയ്ക്ക്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ജോൺ ചേട്ടൻ്റെ ബ്രദർ താമസിച്ചിരുന്നത്. അപ്പം എൻ്റെ അമ്മച്ചി ചട്ടയും മുണ്ടാണ് കൊടുക്കുന്നത്, ജോൺ ചേട്ടൻ്റെ അമ്മച്ചിയും ചട്ടയും മുണ്ടാണ്. ചെന്നൈയിലെ ചട്ടയും മുണ്ടും കൊടുത്ത് രണ്ടാൾക്കാരാണ് അവർ. അപ്പം അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് വരും വീട്ടിൽ, നമ്മുടെ വീട്ടിൽ വരും, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ അമ്മച്ചിമാർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ റാണി ചേച്ചി ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര വിഷമം തോന്നും. ജോൺസേട്ടൻ പോകുന്ന സമയത്ത് ഞാൻ നാട്ടിലാണ്, പോയിരുന്നു, ഫ്യൂണറലിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. താങ്ങാൻ പറ്റാത്ത ഒരു എന്താ അതിനെ പറയണ്ടേ അറിയണില്ല. ഏത് പാട്ടാ വേണ്ടേ? നീലരാവിൽ ഇന്നു നിന്റെ താരഹാര മിളകി സോമബിംബ കാന്തി ശീതളാംഗ മേകി പാർവതി പരിണയയാമമായി ആതിരെ ദേവാംഗനേ കുളിരഴകിൽ ഗോരോചനമെഴുതാരണയ. മെഡിക്കലി ആ സിറ്റുവേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ്? മെഡിക്കലി പ്രൂവൺ ആണോ? അല്ല. ഈ ഒരുപാട് ആദ്യം പറഞ്ഞ പോലെ ദൈവം തന്നൊരു ഗിഫ്റ്റാണ് ഈ ശബ്ദം. അത് അതേപോലെ ഒരു സമയത്ത് പെട്ടെന്ന് തിരിച്ചെടുക്കപ്പെടുകയും ചെയ്തു. അതിനെ എങ്ങനെ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വന്നത്? എൻ്റെ കൂടെ എന്നെ താങ്ങാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് മീൻസ് എൻ്റെ ഫാമിലി. അതിനു മുമ്പ് എൻ്റെ അപ്പച്ചൻ അമ്മച്ചി, എൻ്റെ ഫാമിലി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണത്തിന് മുൻപാണ് എൻ്റെ ശബ്ദം പോണത്. കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന സമയത്താണ് ശബ്ദം പോയത്. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും അറിയാമല്ലോ, നമുക്ക് ഒരു അസുഖം വന്നാൽ അതിന് വേണ്ടി എന്തൊക്കെ നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അറിവുള്ളവരോട് ചോദിക്കും. അപ്പോൾ അവരുടെ അഡ്വൈസിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകും, പല ഡോക്ടേഴ്സിനെ കാണും, അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ കല്യാണം, അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലാണ്. അപ്പോൾ എന്നെ നോക്കാൻ ശരിക്കും ആരുമില്ല, ആങ്ങളമാരൊന്നുമില്ല എനിക്ക്, ചേച്ചിമാരെല്ലാവരും നാട്ടിലാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ എന്താ പറയുക, കാവൽ മാലാഖമാരെന്ന് പറയണോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സിംഗർ മനു അണ്ണനും
അദ്ദേഹത്തിൻ്റെ വൈഫും എന്നെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നു. ENT കണ്ടുകൊണ്ടിരുന്നത്? ENT കണ്ടു, പിന്നെ എന്താണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ടു, പല ഡോക്ടേഴ്സിനെയും നമ്മൾ കണ്ടു. അപ്പം എന്ന് വെച്ചാൽ വയറിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് അറിയണം. അത് ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ഉള്ള പോലെ തന്നെ. അപ്പം അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്യും. പക്ഷെ അതിലൊക്കെ എല്ലാം നോർമലാണ്. പിന്നെ എന്ത് എന്നുള്ളത്, അപ്പോൾ ആ സമയത്ത് എന്താണോ അസ്വസ്ഥത അതിനുള്ള മരുന്ന് കഴിക്കും. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ ഒരു കോട്ട കെട്ടി അതിൽ സൂക്ഷിച്ച പോലെയാണ് മനോണ്ണൻ്റെ വീട്ടിൽ എന്നെ ഞാൻ സംരക്ഷിക്കപ്പെട്ടത് എന്ന് പറയാം. അത്രയും അവർ എന്നെ അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ അവർ നോക്കുന്ന പോലെ എന്നെ അവർ സൂക്ഷിച്ചു. വളരെ സ്പിരിച്വൽ ആണല്ലോ. ഇത്തരം ജീവിതാനുഭവങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കുക എന്നുള്ളൊരു. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല. പണ്ട് മുതലേ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയാണല്ലോ. നമുക്ക് തന്ന കഴിവ് ദൈവം തന്നതാണ്, ദൈവം തന്നതാണ്, ദൈവം തന്നതാണ് എന്ന് നമ്മൾ കേട്ടാണ് വളരുന്നത്. ഓരോ യാത്രയിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ്, ചെറിയ ചെറിയ ഇൻസിഡൻസ് വരുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അപ്പച്ചനെ ഓരോന്ന് തന്നെ പഠിപ്പിക്കണത്. ഓരോ നല്ല കാര്യങ്ങളും കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ. അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും. എൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ശബ്ദം പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇത്രയും സമയമെടുക്കും ശബ്ദം തിരിച്ചു വരാൻ നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പം ഈ നാളെ എന്ത് നടക്കും, നാളത്തെ കഴിഞ്ഞ് എന്ത് നടക്കും നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ അറിയണില്ല ഇത്രയും കാലഘട്ടങ്ങൾ ഞാൻ ഇതിലൂടെ കടന്നു പോകണം എന്നൊന്നും അറിയണില്ല. അപ്പം അപ്പച്ചനും അമ്മച്ചിയും തീർച്ചയായിട്ടും വളരെയധികം വിഷമിച്ച സമയങ്ങളാണത്. എന്നും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും രണ്ടുപേരും. ഞാൻ പ്രയർ റൂമിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും അപ്പച്ചനും അമ്മച്ചിയും. അങ്ങനെ ഒരു കുറേ കാലഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ വിളിക്കും, ദുബായിലായിരുന്നു അന്ന്. വിളിക്കും, അങ്ങനെ സംസാരിക്കും, സമാധാനിപ്പിക്കും. പിന്നെ ചേട്ടൻ്റെ അപ്പച്ചൻ വരും, അമ്മച്ചി വരും. കല്യാണം അന്ന് നടന്നിട്ടില്ല, അപ്പോൾ അവർ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരും. അങ്ങനെയൊക്കെ നമ്മളോട് ഏറ്റവും അടുത്ത ആൾക്കാർ അപ്പോൾ ഏറ്റവും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ കല്യാണത്തിന് ശേഷം അപ്പച്ചന് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അപ്പച്ചൻ മരിച്ചു. ഞാൻ മോനെ കൺസീവായിരിക്കുമ്പോൾ അപ്പച്ചൻ പോയതിന് ശേഷം പിന്നെ ചേട്ടനാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണില്ലാത്ത പോലെ ആയിപ്പോയി. അപ്പച്ചൻ എനിക്കൊന്നും അറിയില്ലല്ലോ. എല്ലാം അപ്പച്ചനാണ് എനിക്ക് വേണ്ടതെല്ലാം. ഞാൻ പാടിയാൽ മാത്രം മതി, ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ അപ്പച്ചനും അമ്മച്ചിയാണ് ചെയ്യണേ. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് അപ്പച്ചന് ഇല്ലാതാവുന്ന ഒരവസ്ഥ. പക്ഷെ എന്നെ താങ്ങാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതും അദ്ദേഹം എന്നെ, അപ്പച്ചി എന്നെ എങ്ങനെ കൊണ്ടു നടന്നു അതിലും ഉപരിയായിട്ട്, അത് പൊക്കി പറയണതല്ല, ഇത്രയും അസുഖങ്ങളുള്ള ഒരു ഭാര്യനെ വർഷങ്ങളോളം രോഗിയായിട്ട് ഇരിക്കുന്ന ഒരു ആള് ഇത്രയും നാളും ഒരു മുഷിപ്പില്ലാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഇതൊക്കെ ഡെയിലി കാണുന്ന ആളും അനുഭവിക്കുന്ന ആളും എൻ്റെ ഹസ്ബൻഡല്ലേ. ശബ്ദമില്ലാത്ത ഗായികനെ കല്യാണം കഴിച്ച് ആ ശബ്ദമില്ലായ്മയിലൂടെ പോയി ശബ്ദം തിരിച്ചു വരാൻ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്ത് ഒരു മടുപ്പും കൂടാതെ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയല്ലേ.
അത് ഒരു പുകഴ്ത്തി പറച്ചിലല്ല, അത് അനുഭവമാണ്. എൻ്റെ കേൾക്കുന്നവർക്ക് ഇതൊരു കഥയായിട്ട് കേൾക്കാം, പക്ഷെ എനിക്കിതെൻ്റെ ലൈഫല്ലേ. അതിൽ ഞാനിങ്ങനെ ചിരിച്ചിരിക്കണമെങ്കിൽ എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടാവും എൻ്റെ ഹസ്ബൻഡ്. അതൊരു വലിയ, എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം എന്ന് പറയാം, അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയാം. എനിക്കതിന് പറയാൻ വാക്കുകളില്ല ശരിക്കും. അതുപോലെ തന്നെ എൻ്റെ മക്കളും, എൻ്റെ സഹോദരങ്ങളും, ചേട്ടൻ്റെ സഹോദരങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ് എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും അങ്ങനെ ശബ്ദം പോയല്ലോ, എനിക്ക് പാടാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ വിഷമമല്ല. ഞാൻ ശരിക്കും ഞാൻ ആയിരിക്കുന്ന അവസ്ഥേനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോണ ആളാണ്. എനിക്ക് ഈ അവസ്ഥയിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ, എനിക്ക് അയ്യോ പാടാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ലൈഫിൽ അങ്ങനെ ഇല്ല. പാടാൻ കിട്ടുന്ന അവസരം എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയാൽ ഞാൻ സന്തോഷിക്കുന്നു, സന്തോഷമാണ് എനിക്ക്. പക്ഷെ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്, കിട്ടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. എനിക്കുള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സന്തോഷത്തിലാണ്. എൻ്റെ മക്കളെ പ്രതി, എൻ്റെ ഭർത്താവിനെ പ്രതി, എൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ച്, ഇതെല്ലാം എനിക്ക് ഞാൻ എങ്ങനെ ആയിരുന്നോ സിനിമയിലെത്തുന്നതിന് മുൻപ്, അതിൽ നിന്നും വളരെ മികച്ച രീതിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അതിൽ. സൗണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വലിയ ഗായികയായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിവ് എങ്ങനെയാണ് അത് വന്നത്? തിരിച്ചറിവ് വന്ന് ഞാൻ പറഞ്ഞില്ലേ, കത്തുകളിലൂടെ ഒരുപാട് കത്തുകൾ വരും. അപ്പോൾ ഒന്നിനും ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും അയച്ചിട്ടില്ല. അത്രമാത്രം കത്തുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ കത്തുകൾ സൂക്ഷിക്കാൻ തന്നെ നമുക്കൊരു മുറി വേണം. അത്രയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, അത്രമാത്രം കത്തുകൾ എന്ന് ഉദ്ദേശിക്കുക, ഒരു മുറി നിറച്ച് കത്തല്ല എങ്കിലും അത് സൂക്ഷിക്കപ്പെടാൻ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം എന്നുള്ളൊരവസ്ഥയിലുള്ള കുറച്ച് കത്തുകൾ എന്ന് ചിന്തിക്കുക. അപ്പം അത്രയും കത്തുകൾ വരണത് എൻ്റെ പാട്ട് നല്ലതാണ്, ഇത് മോശമാണെന്നല്ല അതിൽ എഴുതിയേക്കണത്. എല്ലാത്തിലും സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്. അതൊക്കെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്, എന്നെ ആൾക്കാർ അറിയണുണ്ട്. അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മളെന്നും ഈ സ്റ്റുഡിയോയുടെ ഉള്ളിലല്ലേ നമ്മൾ കാണുന്നത്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഞാൻ എന്നും ഇടപഴകുന്നതും മ്യൂസീഷ്യൻസിൻ്റെ അടുത്താണ്. അവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഓഡിയൻസിനെ കാണുന്നത് സ്റ്റേജിൽ ചെല്ലുമ്പോഴാണ്. അപ്പോൾ സിനിമയിൽ പാടിയതിന് ശേഷം സ്റ്റേജുകളിൽ പോയി തുടങ്ങിയപ്പോൾ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ വേറൊരു ലെവലിലാണ് എന്നുള്ളൊരു ചിന്ത വന്നത്. പക്ഷെ എന്നാലും അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് ദൈവം തന്നതാണ്, ഞാനല്ല എന്നുള്ളൊരു സാധനം അങ്ങനെ അടിയിൽ, ഇങ്ങനെ അടിത്തട്ടിൽ കിടക്കാണ് മനസ്സിന്റെ. ആ ചിന്ത തന്നെയായിരിക്കും ഈ ഇത്രയും വലിയൊരു ഒരു ട്രോമയിലൂടെ കടന്നു പോയപ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ആ ഒരു ചിന്ത തന്നെയാണ്, ആ വിശ്വാസമാണ്. ആണ് എന്ന് വെച്ചാല് എൻ്റെ ദൈവം എനിക്ക് എന്നും ബെസ്റ്റ് തന്നിട്ടുള്ള ആളാണ്, തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെന്നും എത്ര ബെസ്റ്റ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ബെസ്റ്റാണ്. എനിക്കെല്ലാം മികച്ചതായി തരാൻ എൻ്റെ ദൈവം ഇന്ന് വരെ, ഈ നിമിഷം വരെ കരുതലുള്ളവനാണ്. നമുക്കൊരു സംശയം തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ കസേരയിൽ പലരും ഇരുന്നിട്ടുണ്ട്. ഇത്രയും
പേഴ്സണൽ ലൈഫിൽ സ്നേഹിക്കപ്പെടുന്ന ഒരാൾ ആദ്യമായിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ പലരെയും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഈ Praise the Lord. ഇതേപോലെ ഇരുന്നിട്ട്. Praise the Lord. ആ രീതിയിൽ ഭാഗ്യവതിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വേറൊരു സംശയം ചോദിക്കട്ടെ, ഒരു ഗിഫ്റ്റഡ് ആയിട്ട് ജനിച്ചതാണ്, കയ്യിൽ നിന്ന് വലിയ എഫേർട്ട് ഇല്ലാണ്ട് തന്നെ ഒരു ടാലന്റ് ആണെന്നുള്ളൊരു അങ്ങനെയായിരുന്നു. കയ്യിൽ നിന്ന് എന്തൊരു എഫേർട്ട് ഉണ്ടായിരുന്നു ഒരു പുതിയ സിംഗർ ആവാൻ വേണ്ടി? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സിംഗർ ആവാനൊന്നും ചിന്തിക്കാൻ പോലുള്ള വിവരമില്ല അന്ന്. എന്നോട് എൻ്റെ അപ്പച്ചൻ പറയും, മോനെ ഇത് പാട്, ഈ പാട്ട് പഠിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ആ പാട്ട് പഠിക്കും, അത് പാടും. അതിൽ കവിഞ്ഞ് എനിക്ക് ചിന്തകളില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എനിക്കൊരു പാട്ട് തന്ന് പാടാൻ പറഞ്ഞാൽ ഞാൻ ആ പാട്ടിലായിരിക്കും. അതിന് ചുറ്റും എന്തൊക്കെ നടക്കണോ അതൊന്നും എന്നെ ബാധിക്കില്ല. അതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ കയറിയാലും അതും എല്ലാ സിംഗേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മളെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ എന്തെല്ലാം വിഷമങ്ങൾ കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ സന്തോഷത്തിലാണോ വരണത്, ഇതൊന്നും നമ്മൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറിയാൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവില്ല. അതിനുള്ള സമയവും ഉണ്ടാവില്ല അതിൽ. മ്യൂസിക് എന്ന് പറഞ്ഞത് അതാണ്. മ്യൂസിക് ദൈവികമാണ്, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരിക്കലും. നേരത്തെ പറഞ്ഞത് മ്യൂസിക് ആണ് ഫുൾ ഈ വേൾഡ് എന്നുള്ള, ഈ മനോമായിട്ടുള്ളത് വേറെ ചെന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു യൂണിക് ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് മാത്രമല്ല, അല്ലാത്ത ടൈമിലും പല അപ്സ് ആൻഡ് ഡൗൺസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങളുടെ റാപ്പോ? അണ്ണന് സത്യം പറഞ്ഞാല് എല്ലാ റെക്കോർഡിങ്സിനും കണ്ട് അങ്ങനെ പരിചയമുണ്ട്. പിന്നെ അണ്ണൻ്റെ സ്റ്റേജ് ഷോസിന് അപ്പം ഞങ്ങള് ഗംഗാമരൻ്റെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നല്ലോ. അപ്പം ബാലുങ്കിൾ വരും, ചിത്ര ചേച്ചി വരും, മനോണ്ണം വരും, മലേഷ്യ വാസുദേവൻ അങ്കിൾ വരും, അങ്ങനെ എല്ലാ സിംഗേഴ്സും വരും അവരുടെയൊക്കെ ഷോസിന്. എന്നെയും വിളിക്കാറുണ്ട്. അപ്പം ഞാനും പോവും. അപ്പം ഇവരെയൊക്കെ എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ ഇവരെയൊക്കെ കാണുകയാണ് അവിടെ. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം എന്നെ അപ്പച്ചനെയും അമ്മച്ചീനെയും അണ്ണൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ഡിന്നർ കഴിക്കാൻ. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞു വാവുണ്ട്. അവനന്ന് 1.5 വയസ്സോ 2 വയസ്സോ ആയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ചെറിയ കൊച്ച്. അവനെന്നെ ഭയങ്കര ഇഷ്ടമായി. ഷാഹിദ് എന്നാണ് അവൻ്റെ പേര്. അവന് എന്നെ ജീവനാണ്. വെറുതെ പതുക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണ സമയം കൊച്ചിന് എന്നെ ഭയങ്കര അറ്റാച്ച്ഡായി. എനിക്കും കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇവൻ്റെ മമ്മി ജമീലൊക്കെ, മനോണ്ണൻ്റെ വൈഫ്, എന്നും വൈകിട്ട് ഫോൺ ചെയ്യും ഇവന് സംസാരിക്കാൻ എന്നോട്, കുഞ്ഞു മോന് സംസാരിക്കാൻ എന്നോട്. അപ്പോൾ മിനി ആൻറ്റി എന്ന് പറഞ്ഞ അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊഞ്ചി ഇങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അത് എന്താ പറയുക, അതെങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. അത് സത്യത്തിൽ വാക്കുകളില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു ബന്ധമായി. ഞാൻ അവരുടെ വീട്ടിലെ ഒരു ആളെ പോലെയാണ് ശരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോഴും പോയാൽ എൻ്റെ ഹസ്ബൻഡിന് ചോറ് വാരി കൊടുക്കും മനോണ്ണൻ. അത്രയും ഇൻറ്റിമേറ്റാണ്. ഇൻറ്റിമേറ്റ് എന്നാണോ അതിന് പറയണ്ടേ, എന്താ പറയണ്ടേ, അത്രയും മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഞങ്ങളെ. അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഒരു ട്രാജഡീസ് ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ചിന്തിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ മനുഷ്യനല്ലല്ലോ. നമുക്ക് അങ്ങനെ ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ നുണ പറയണ പോലെയല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശബ്ദം പോയതിന് ശേഷമാണ് ഈ തിരിച്ചറിവുകളിലേക്കൊക്കെ ഞാൻ വന്നത്. പലരും, അല്ല അച്ഛന്മാരും വരും, സിസ്റ്റേഴ്സ് വരും, അല്ലാതെ മ്യൂസീഷ്യൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ അവർക്ക് എന്നെ ഫേസ് ചെയ്യാനുള്ള വിഷമം കൊണ്ടായിരിക്കും. കാരണം അവരുടെ ഇടയിൽ ഞാൻ എങ്ങനെയായിരുന്നെന്ന് അവർക്കറിയാമല്ലോ. അപ്പം എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, എങ്ങനെ സംസാരിക്കും ഈ ആളോട് എന്നുള്ള അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്കെല്ലാം ഞാൻ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസിന് വളരെ പ്രിയപ്പെട്ട ഒരു
കുഞ്ഞായിരുന്നു ഞാൻ അവർക്ക്. അപ്പം അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാൾ ഇങ്ങനെ വേദനിക്കുമ്പോൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള വിഷമം കൊണ്ട് തന്നെയാണ് ആരും വരാതിരുന്നത്. അതെനിക്കറിയാം. അതിലെനിക്ക് ആരോടൊരു പരിഭവമോ വിഷമമോ ഒന്നുമില്ല. കാരണം അതിൻ്റെ ഇരട്ടി എന്നാണോ അതിൽ 10 മടങ്ങ് എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സ്വസ്ഥത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വിഷമങ്ങളിലായിരുന്നെങ്കിലും അത് എന്നെ എന്താ പറയുക, ഒരു സാധാരണ ഒരു ആൾക്ക് സംഭവിച്ചാൽ എത്രത്തോളം വിഷമിക്കും, അങ്ങനെയുള്ളൊരു മാനസിക സമ്മർദ്ദമൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതിന് കാരണം എൻ്റെ ചുറ്റുമുള്ളവർ അത്രയും നന്മയുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ മറിച്ചായാൻ കുറ്റപ്പെടുത്തലുകളും ഇല്ല. അങ്ങനെയും സംഭവിക്കാമല്ലോ. സംഭവിച്ചൂടെ? ഇങ്ങനെ ആയിരുന്നു. ഞാനിപ്പോൾ ഇരുന്ന് ചിന്തിക്കണതാണ് അതൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല. എന്നെ എന്നും ഒരു എന്താ പറയുക, ചിപ്പിക്കുൾ മുത്ത് എന്ന് പറയാം. അതുപോലെ എന്നെ സൂക്ഷിക്കുന്നുണ്ട് അന്നും ഇന്നും. കുഞ്ഞുമേരി ചേച്ചിക്ക് അറിയാം എല്ലാം. അവരെല്ലാവരും അറിയണതാണ് ഇതെല്ലാം. എൻ്റെ വീട്ടിലെ പിന്നെ ഒരു ഇതുണ്ട്, എൻ്റെ വീട്ടിൽ ആര് വന്നാലും അവർക്ക് പോകാൻ തോന്നൂല. അത്രയും സ്നേഹമുള്ള വീടാണത്. പാട്ട് കേൾക്കാതെ ഇരുന്ന കുറെ സമയം ഉണ്ടായിരുന്നു. ഒറ്റ പാട്ട് പോലും കേൾക്കൂല. എന്താ കാര്യം? വിവരം വെച്ച് തുടങ്ങി. അറിവ് വന്നു തുടങ്ങിയപ്പോ പാട്ട് കേൾക്കാണ്ടായി. അത് കേൾക്കുമ്പോ ഒരു വിഷമം വരും. എന്നുവെച്ചാല് ഒരു 50% പാടിയിരുന്ന ഒരാള് നോക്കിയാ ഒരു 1% പോലും പറ്റാത്തൊരവസ്ഥ വരുമ്പോ നമുക്ക് എന്തായിരിക്കും അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കേൾക്കാൻ തോന്നില്ല. വെറുതെ ആ വിഷമങ്ങൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മനസ്സിലേക്ക്. പാട്ട് ഇപ്പോൾ എൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്താൽ നിങ്ങളത് ആസ്വദിക്കും അല്ലേ? പാട്ട് കേൾക്കും. ഞാൻ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും ഞാൻ ചിന്തിക്കുക. ആ പാട്ടിൻ്റെ പിന്നിൽ ഞാൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് പാടിയത്, ഏത് സ്റ്റുഡിയോ, ആരുടെ ലിറിക്സ്, ഞാനത് പഠിച്ച സീൻ, അതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ വരിക. അപ്പോൾ വീണ്ടും ഞാൻ ആ വിഷമത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാത്തത്. പിന്നെ ജാനകിയമ്മയുടെ സുശീലമ്മയുടെ ഒക്കെ പാട്ടുകൾ തീരെ കേൾക്കില്ല എന്ന് പറയാൻ കാരണം അതൊക്കെ ഞാൻ സ്റ്റേജിൽ പാടിയിരുന്നതാണേ. ആ പാട്ടുകൾ അതും കേൾക്കാൻ പറ്റില്ല. അതും കേൾക്കുമ്പോൾ ഞാൻ പോണതെല്ലാം എൻ്റെ ഫ്ലാഷ് ബാക്കിലേക്കാണ്. അപ്പം അതെന്നെ വിഷമിപ്പിക്കുമല്ലോ. എന്തിനാ അങ്ങനെ വിഷമിക്കണം? അതിൻ്റെ ആവശ്യമില്ല. അപ്പം എനിക്ക് നിറച്ച് സന്തോഷങ്ങളാണ് വീട്ടിൽ. പിന്നെ ഞാൻ വെറുതെ അത് കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കേണ്ട സമയം ഞാനൊരു മുറിയുടെ അകത്ത് പാട്ടും കേട്ട് വിഷമിച്ചിരുന്ന് കളയാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ജീവിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ജീവിച്ചു. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അവരുടെ കാര്യങ്ങൾ നോക്കും, ചെടികൾ നോക്കും, അവരുടെ കാര്യങ്ങൾ. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒരു സാധാരണ വീട്ടമ്മ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അതാണ് ഞാൻ. പാട്ട് എന്നുള്ളത് വരുമ്പോൾ അത് സ്റ്റുഡിയോയുടെ ഉള്ളിലല്ലേ. എനിക്ക് നല്ല എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ 2 മക്കള് നല്ല മക്കളാണ്, സ്നേഹമുള്ള മക്കളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച് പാടി നടന്ന് എനിക്ക് എൻ്റെ മക്കളെ ഇത്രയും കെയർ കൊടുത്ത് ഇത്രയും സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു.
എനിക്ക് അവര് ആ വളർന്നു വരുന്ന അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് അവരുടെ ഒപ്പം ഉണ്ടാകാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം. അത് ചെറിയൊരു കാര്യമായിട്ട് ചിലർക്ക് തോന്നും കേൾക്കുമ്പോൾ, എനിക്കത് ചെറുതല്ല. ഞാൻ വളരെയധികം സന്തോഷിച്ച് അവരോടൊപ്പം ഞാൻ ജീവിച്ചു. അതൊരു വല്ലാത്ത സന്തോഷം. പറഞ്ഞു കൊടുക്കാൻ ശബ്ദം വേണ്ടേ? ഇപ്പൊ നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കണ്ട. അവർക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ പഠിച്ചോളൂ. അത് പാടി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. സംഗീതം പൂർണ്ണമായും തിരിച്ചു വന്നോ ജീവിതത്തിലേക്ക്? ഞാൻ സംഗീതത്തിലല്ലേ, എപ്പോഴും ഞാൻ സംഗീതത്തിലാണ്. ഞാൻ പാടുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ ചുറ്റും സംഗീതമാണ്. അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് മോചനമില്ല. അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. സംഗീതം ഇല്ലാതെ ഉള്ള ഒരു ലൈഫില്ല എനിക്ക്. എപ്പോഴും എൻ്റെ ചുറ്റുമുണ്ട്.